السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഫിഖ്ഹുൻ നിയ്യ, നിയ്യത്തിൻ്റെ കർമ്മശാസ്ത്രം എന്നതാണ് നമ്മളിന്ന് പഠന വിഷയമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിയത്ത് എന്ന വാക്ക് അത് കേൾക്കാത്തവരായി മുസ്ലിമീങ്ങളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഏതൊരു ഭാഷയിലും അറബി പദമായ നിയത്ത് എന്നുള്ളത് നിയത്ത് എന്ന് തന്നെയാണ് ആളുകൾ പറയാറുള്ളത്. എന്നാൽ പലപ്പോഴും എന്താണ് നിയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്, നിയത്തിൻ്റെ ആശയതലങ്ങൾ എവിടെയൊക്കെയുണ്ട്, കർമ്മശാസ്ത്രപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും ധാരണ ഉണ്ടാകാറില്ല. എന്നാൽ വളരെ ഗൗരവത്തിൽ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് താനും. കാരണം ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ്റെ കർമ്മങ്ങളുടേതാകട്ടെ വിശ്വാസങ്ങളുടേതാകട്ടെ അത് നീയത്താണ്. നീയത്ത് ശരിയാകാത്ത ഒരാളുടെ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നീയത്ത്, അതിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ നീയത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വളരെയധികം ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് നാം ഓരോരുത്തരും. അത് ദീൻ പാലിക്കുന്നവരാകട്ടെ ദീൻ പഠിച്ചു തുടങ്ങുന്നവരാകട്ടെ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായ കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ നീയത്ത് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അവരെ തൊട്ട് ഒരുപാട് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഈ വിഷയം മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഹദീസുൻ നിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഹദീസാണ് ആധാരമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടതുപോലെ ഗ്രഹിക്കാനും നമ്മൾ ഓരോരുത്തർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ ഹദീസ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഹദീസിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ ശേഷം നമുക്ക് മനസ്സിലാക്കാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്നും ഒരൊറ്റ വ്യക്തി മാത്രമാണ്. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസ് പ്രകാരമാണ്: അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. റവാഹു ഇമാം അൽ മുഹദ്ദിസീൻ അൽ ബുഖാരി വ മുസ്ലിം ഫി സ്വഹീഹൈഹിമ അല്ലദീന ഹുമാ അസ്സഹുൽ കുതുബിൽ മുസന്നഫ. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസ് ഓരോരുത്തരും യഥാർത്ഥത്തിൽ മനഃപ്പാഠമാക്കേണ്ട ഒരു ഹദീസാണിത്. ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്, പക്ഷേ ഈ ഹദീസിന് വളരെയധികം പ്രാധാന്യമുള്ള ഹദീസാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത്, ദീനുൽ ഇസ്ലാം അതിനെ മൊത്തത്തിൽ രണ്ടായി ഭാഗിക്കുകയാണെങ്കിൽ അതിലൊന്ന് ഈ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്താണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ മൊത്തം ഹദീസുകളെ മൂന്നായി വേർതിരിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പിന്നീട് പറയാം. അപ്പം അത്രയും പ്രാധാന്യമുള്ള, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് എന്നുള്ളത്. ഇത് വളരെയധികം നാം പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്? മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെക്കുറിച്ച് ഹദീസിൽ പറയുന്നത് അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് എന്നാണ്. ഇങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പൊതുവിൽ നിങ്ങൾ ചില സ്വഹാബികളെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ പേരുണ്ടാകും, ഉപ്പയിലേക്ക് ചേർത്തിക്കൊണ്ട് പേര് പറയുന്നത് കാണാം. അതിന് മുമ്പായി അവരുടെ കുനിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കാണാൻ പറ്റും. അബൂ ഫുലാൻ, ഇന്നയാളുടെ വാപ്പ എന്ന രൂപത്തിൽ കാണാൻ പറ്റും.
അതേപോലെ അവർക്ക് വല്ല സ്ഥാനപ്പേരോ മറ്റോ ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മൂന്നും ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഇമാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ഈ പേര് സ്വീകരിച്ചത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം അദ്ദേഹമാണ് ഭരണം കൈയാളുന്നത്. ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച പേരാണ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ അന്ന് ഭൂമി ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള വ്യക്തി മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ പേര് എന്തുകൊണ്ടും അദ്ദേഹത്തിന് യോജിച്ച പേരാണ്. ലോകം മുഴുവനുള്ള മുഅ്മിനീങ്ങളുടെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. പിന്നീട് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര് മറ്റുള്ള ശേഷമുള്ള ഭരണാധികാരികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര് അത് ചില പ്രത്യേക ശാഖകളിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹിമഹുള്ളയെ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിലുള്ള അമീറുൽ മുഅ്മിനീനാണ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഈ വിഷയം അത് വ്യത്യസ്ത പേരുകളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരാണ്. അതുപോലെ അദ്ദേഹത്തിന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഉമറുൽ ഫാറൂഖ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ്. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും വേർതിരിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണം മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ള ശക്തിയും കരുത്തും അത് ചെറുതല്ല. അതറിയപ്പെട്ട ചരിത്രത്തിൽ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതുകൂടി മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇസ്സത്ത് നന്നായി വർദ്ധിച്ചു. ആളുകൾക്ക് നല്ല ധൈര്യമുണ്ടായി. കാരണം ജാഹിലിയത്തിൽ തന്നെ വളരെ ധീരനായ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് നല്ല ധൈര്യമായി. ഇസ്ലാമിലേക്ക് ആളുകൾ പലപ്പോഴും പരസ്യമായിട്ട് തന്നെ പ്രവേശിക്കാൻ ആരംഭിച്ചു. ഇതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ പറയുന്നില്ല. അതിന് മാത്രം തന്നെ നമുക്ക് 1-2 ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. അബൂ ഹഫ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. നമ്മളങ്ങനെ അബൂ ഹുറൈറ ഇതൊക്കെ കുനിയത്താണ്. എന്താണ് കുനിയത്ത് എന്ന് പറയുന്നത്? ഒരാളുടെ മകനിലേക്കോ മകളിലേക്കോ ഒക്കെ പൊതുവിൽ ചേർത്തി പറയുന്ന കാര്യത്തിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. ചില സന്ദർഭത്തിൽ മക്കളുടെ പേരിലേക്കൊന്നുമല്ല, ചിലപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ കൽബ് എന്തിലേക്കാണോ കൂടുതൽ തഅല്ലുക്കായിട്ടുള്ള ബന്ധമുണ്ടായിട്ടുള്ളത് അതിലേക്കൊക്കെ ചേർത്തി പറയാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ചക്കാണ് പറയാം. അദ്ദേഹം എപ്പോഴും ഒരു പൂച്ചയുമായി കളിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന് പേര് വന്നത്. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും അബൂ ഹഫ്സ് എന്നാണ്, അബൂ ഹഫ്സ എന്നല്ല. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹഫ്സ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് ചേർത്തി പറഞ്ഞതാണ്. അല്ല, ഹഫ്സ് എന്ന് പറയുന്നത് അത് സിംഹത്തിൻ്റെ മറ്റൊരു പേരാണ്, അസദിൻ്റെ മറ്റൊരു പേരാണ്. ഒരുപാട് പേരുണ്ട്, ഉസാമ, അസദ്, അതുപോലെ ഹഫ്സ്, ഇതൊക്കെ സിംഹത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ധീരത കാരണത്താൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു കുനിയത്താണ് അബൂ ഹഫ്സ് എന്ന് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് ഹഫ്സ് എന്ന പേരിൽ മക്കളാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് കുനിയത്ത് മക്കളിലേക്ക് തന്നെ ചേർത്തി പറയണം എന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് അതിനൊരു ഉദാഹരണമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. ഒരു സ്വഹാബി ഇങ്ങനെ ഒരു വാചകം ഹദീസിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയും ഹദീസ് ഏറ്റവും ശക്തമായ ഹദീസാണ് എന്നറിയിക്കുന്ന ഒരു രീതിയാണ്. കാരണം സമിഅ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ അദ്ദേഹത്തിൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്നാണ് അതിൻ്റെ താല്പര്യം. ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മറ്റൊരു സ്വഹാബി പറഞ്ഞു തന്നതല്ല, മറിച്ച് നേരിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്നാണ്. ചില റിവായത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിമ്പറിൽ വെച്ചാണ് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. ഖുത്ബ പറയുന്ന വേളയിൽ മിമ്പറിൽ വെച്ച് പറഞ്ഞ ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. ശരി, എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് നീയത്തില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണോ? അല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ നീയത്തുണ്ടായാലേ അത് മതിയാവുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീയത്തില്ലാതെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുകയില്ല. ഇബാദത്തിൻ്റെ കാര്യത്തിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതാണ്. പ്രവർത്തനം അത് ശരിയാകണമെങ്കിലും അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിലും നിയത്ത് വേണം. ഇനി ആദാത്തുകളാണെങ്കിൽ നമ്മുടെ ഭൗതികമായ, നമ്മൾ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്.
അത്തരം കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അതിൽ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നിയത്ത് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അവിടെ ശരിയാകാൻ നിയത്ത് ഷർത്തല്ല. ഒരാളുടെ വെള്ളം കൂടി ബാത്തിലായി പോവുകയില്ല, ഭക്ഷണം കഴിച്ചത് ബാത്തിലായി പോവുകയില്ല അയാൾക്ക് നിയത്തില്ല എന്നുള്ളത് കൊണ്ട്. മറിച്ച് അതിന് പ്രതിഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയത്ത് വേണം. നമ്മളിപ്പോൾ അസ്ർ നിസ്കരിച്ചിട്ടാണ് വരുന്നത്, അത് നിയത്ത് നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അസ്ർ നിസ്കാരം സ്വീകരിക്കുകയില്ല. നമ്മൾ അതിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്, ഇനി മഗ്രിബിന് നിസ്കരിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഇബാദത്തുകൾ അനവധിയുണ്ട്, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ. നിയത്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആദാത്തുകളാണെങ്കിൽ അതിന് പ്രതിഫലത്തിന് നിയത്ത് വേണം, പ്രതിഫലത്തിന് നിയത്ത് വേണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. ഇനി എന്താണ് നിയത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നിയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. നിയത്ത് എന്ന് പറയുന്നത് അത് കൽബിലുള്ള ഒരു കരുതലിനാണ് നിയ എന്ന് പറയാം. നവ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഉദ്ദേശിച്ചു, കരുതി എന്നൊക്കെയാണ് നവ. അതിൻ്റെ മസ്ദറാണ് ആ പ്രവർത്തിക്കാൻ നിയത്ത് എന്ന് പറയുന്നത്. കരുതൽ, പ്രവർത്തിക്കൽ എന്ന് പറയുന്നത് അതാണ്. നവ യൻവി നിയ, കരുതുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെ നിന്നാണ് ഒരാൾക്ക് കരുതാൻ സാധിക്കുക? കരുതുക അത് കൽബിലാണ്. കൽബ് കൊണ്ടല്ലാതെ നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിൽ ശക്തമായി നമ്മൾ ഉറപ്പിക്കുന്ന, ശക്തമായി നമ്മൾ ചിന്തിച്ചു വെക്കുന്ന ആ കാര്യത്തിനാണ് നിയത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ നാവിനോ നമ്മുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യത്തിനോ യാതൊരു അർത്ഥവും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാഷാർത്ഥം തന്നെ എന്താണ്? അത് കൽബ് കൊണ്ട് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ഇവിടെ നിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നിയത്തില്ലാതെ പ്രവർത്തനങ്ങൾ ശരിയാവുകയില്ല എന്ന് പറയുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ നിയത്ത് ശരിയാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിയത്തില്ലാത്ത പ്രവർത്തനം ശരിയാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയത്ത് ശരിയാക്കണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നിയത്ത് രണ്ട് രൂപത്തിലുണ്ട്. നിയത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നിയത്തുൽ മഅ്മൂലി ലഹു, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി ചിന്തിക്കണം, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. രണ്ട്, നിയത്തുൽ അമൽ, നമ്മൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത് അത് നമുക്കുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയത്ത് അത് ശരിയായി കഴിഞ്ഞു. ഉദാഹരണത്തിന് നമ്മൾ അസ്ർ നിസ്കരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അസ്ർ നിസ്കരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണ്. അതാണ് നിയത്തുൽ മഅ്മൂലി ലഹു. ആർക്ക് വേണ്ടിയിട്ടാണ് നീ പണിയെടുക്കുന്നത്? ആ കാര്യം നീ ഉറപ്പിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയാണോ എങ്കിൽ അതുണ്ടാകും, സ്വീകരിക്കപ്പെടും. അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ, അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന കാര്യം നീ ഉറപ്പിക്കണം. രണ്ട്, എന്താണ് നീ ചെയ്യുന്നത് എന്ന കാര്യം നീ ഉറപ്പിക്കണം. നീ അസ്ർ നിസ്കാരത്തിന് ളുഹറിൻ്റെ നിയത്തിലാണ് ഒരാൾ നിസ്കരിച്ചതെങ്കിലോ അയാളുടെ നിസ്കാരം അത് ശരിയാവുകയില്ല. നേരത്തെ ളുഹർ നിസ്കരിച്ചൊരു വ്യക്തിയാണ്, അവൻ മറന്നുപോയി, വീട്ടിലെത്തിയപ്പോൾ പള്ളിയിലെത്തിയപ്പോൾ ളുഹർ എന്നുള്ള നിയത്തിലാണ് അസ്ർ മുഴുവൻ നിസ്കരിച്ചത്. സലാം കിട്ടിയപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, അത് ഇത് അസ്റാണല്ലോ, ഇനി പെട്ടെന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ഞാനിത് ളുഹറാണെന്നുള്ള ധാരണയിലാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് അസ്ർ നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം എന്താണ് ചെയ്യുന്നത് എന്നുള്ള നിയത്ത് ഒരാൾക്ക് വേണം. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നിയത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേറെ വസ്വാസിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, പലപ്പോഴും പല ആളുകൾക്ക് വസ്വാസുണ്ട്, എൻ്റെ നിയത്ത് ശരിയായോ, കൈകെട്ടിയതിന് ശേഷം ഇങ്ങനെ നിയത്ത് ഞാൻ വെച്ചോ, നിയത്ത് ശരിയായോ, ഇതിപ്പോൾ മഗ്രിബ് നിസ്കാരം സ്വീകരിക്കപ്പെടുവോ, ഇനിയിപ്പോൾ അസ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എൻ്റെ അസ്ർ ഇപ്പം ബാത്തിലായി പോയോ, ശരിയായോ, ആ രൂപത്തിലൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഈ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഉറപ്പിച്ചാൽ മതി. ഏത് അമലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് അതും നമ്മൾ മനസ്സിൽ കരുതേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, നിയത്തിൻ്റെ അടിസ്ഥാനം അത് ഒരാളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾക്കൊരു പ്രവൃത്തി നിയത്തില്ലാതെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ഒരാൾക്കൊരു നിയത്തില്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല, മനസ്സിൽ കരുതിയിട്ടുണ്ടാകും. പള്ളിയിൽ പോകുമ്പോൾ വെറുതെ നമ്മളങ്ങനെ നേരെ ആകാശത്തു നിന്ന് അവിടെ പള്ളിയിലേക്ക് എത്തിയതല്ല. നമ്മൾ അതിനു വേണ്ടി ചില ബാങ്ക് കേട്ടപ്പോൾ ചില ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി, ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തിട്ടാണ്, അതാണ് അഫ്ളൽ. ഒരാൾ അങ്ങനെ വുളു എടുത്ത് വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടോ ഒക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ അയാളുടെ മനസ്സിലൊരു കരുതലുണ്ട്. എന്താണ്? അവിടെ എത്തി നിസ്കരിക്കണം എന്നുള്ള ഒരു കരുതലുണ്ട്. അപ്പോൾ ഏതൊരു പ്രവൃത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നിയ്യത്ത് മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ ചില സമയത്ത് ചിലപ്പോൾ അങ്ങനെ നിയ്യത്തിൽ അബദ്ധം സംഭവിച്ചേക്കാം. അഥവാ നിയ്യത്ത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുമ്പോൾ ചില സമയത്ത് അബദ്ധം സംഭവിച്ചേക്കാം. എപ്പോഴാണത്? പണ്ഡിതന്മാർ പറയാറുള്ളത് രണ്ട് സന്ദർഭങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണത്?
ഒന്ന് സമാനമായ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലൊന്ന് പ്രത്യേകം അത് കരുതിയേ മതിയാവുകയുള്ളൂ. ആ ഒരു ഉദാഹരണം പറയാറുള്ളത്, ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ ഫജറിന് വേണ്ടി ഫജർ നിസ്കരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് റക്കായത്താണുള്ളത്. ഫജർ നിസ്കാരത്തിന് രണ്ട് റക്കായത്തുകളാണ്. ഫജറിൻ്റെ ബാങ്ക് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 2 റക്കായത്ത് ഫജറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും. ഫജറിനും 2 റക്കായത്താണ്. അപ്പോൾ സ്ത്രീ ഒരു വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവൾക്കിത് പ്രത്യേകം മനസ്സിൽ കരുതേണ്ടതുണ്ട്. ഫജർ നിസ്കരിക്കുക എന്നുള്ള നിയത്തിൽ നിസ്കരിച്ചാൽ ഫജറാ കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ള 2 റക്കായത്ത് സുന്നത്ത് അതും ഒരേപോലെ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരേ കാര്യം തന്നെയാണ് 2 നിസ്കാരത്തിലും ചൊല്ലുന്നത്. ഫർദിൽ നമ്മൾ അല്പം ദീർഘിച്ച് ഓതും എന്നത് മാത്രം ബാക്കിയുള്ളൂ. അതല്ല എങ്കിൽ ഒരേപോലെ നിസ്കരിച്ചാൽ 2ഉം 2ആയി തന്നെ പരിഗണിക്കും. പക്ഷേ അവിടെ അവർ കൃത്യമായി അതിന് നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവിടെ നിസ്കാരം എന്ത് ചെയ്യാണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരാൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിക്കാറുള്ളത് മനഃപൂർവ്വം ഒരാൾ മറ്റൊരു നിയത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ലുഹർ നിസ്കാരത്തിന് അസ്ർ നിസ്കാരത്തിന് ലുഹറിൻ്റെ നിയത്തിലാണ് ഒരാൾ കൈകെട്ടിയത്. കാരണം തെറ്റിദ്ധരിച്ചതാണ്, ഉറങ്ങി എണീച്ചപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചതാണ്, ലുഹർ എന്നുള്ള നിയത്തിൽ കൈകെട്ടി. അങ്ങനെയൊക്കെയുള്ള ചില അപൂർവം സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഒരു അമലിൽ ആളുകൾക്ക് അബദ്ധം സംഭവിക്കുകയുള്ളൂ. ഒന്ന് ഒരേപോലത്തെ അമല് 2 വരിക. ഇപ്പോൾ ലുഹർ അസ്ർ ഒരാൾക്ക് കള ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യാത്രയിൽ ജമ്മ ചെയ്യുക. കളാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സമയത്ത് നമ്മൾ യാത്രയിൽ ജമ്മ ചെയ്ത് നിസ്കരിക്കും. അപ്പം അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തേത് ലുഹറാണ്, അത് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ അസറാണ് മനസ്സിൽ കൊണ്ടുവരണം. കാരണം അവിടെ വേറെ ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ചുണ്ട്. അപ്പോൾ 2 ഒരേപോലത്തെ കാര്യമാണ്. അപ്പോൾ മനസ്സിൽ നമുക്ക് വേണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ പോലെ തന്നെ ഉദ്ദേശപൂർവ്വം മാറി ചിന്തിക്കുക എന്നുള്ള അവസ്ഥയിൽ, അതല്ലാത്ത അവസ്ഥകളിൽ നമുക്ക് ഒരു അമലിന് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അമലിന് വേണ്ടി നമുക്ക് തെറ്റേണ്ട, വസ്വാസ് ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇബാദത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇബാദത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ മുആമലാത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നമൽ അമാൽ ബിൻ നിയാത്ത് എന്ന് പറയുമ്പോൾ ആ അമാലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഇബാദാത്തും ആദാത്തും ഒക്കെ പെട്ടു. ഇബാദാത്തും ആദാത്തും ഒക്കെ പെട്ടു. പക്ഷേ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അത് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയാണ് നിയ്യത്ത്. എന്നാൽ ആദാത്തുകളുടെ, ദൈനംദിന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അത് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയല്ല നിയ്യത്ത്, മറിച്ച് പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്? നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്? നമ്മളെല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ്. പലതരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, സാലറി ബേസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങാടിയിലേക്ക് പോകുന്ന 2 ആളുകൾ, ഒരാൾ അയാളുടെ നിയ്യത്ത്, ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുക എന്ന് പറയുന്ന ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ആ മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരാളുടെ മുന്നിൽ ഞാൻ കൈ നീട്ടുകയില്ല, ഞാൻ തന്നെ അധ്വാനിച്ച് കൊണ്ടുവരിക എന്നതിനേക്കാളും ഉത്തമമായ ഒരു സമ്പാദ്യം മറ്റൊന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. അതുപോലെ എൻ്റെ കുടുംബം നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്കിതുകൊണ്ട് മറ്റുള്ള സാധുക്കൾക്ക്, അധ്വാനിക്കാൻ സാധിക്കാത്ത രോഗികൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ സഹായിക്കാം. ഈ ഒരു നിയ്യത്തിലാണ് ഒരാൾ അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് പുറപ്പെടുന്നത്, രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ അയാൾ ആ സമയം കച്ചവടം ചെയ്യുന്ന ഈ കാര്യമൊക്കെ അയാൾക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. വളരെ പലർക്കും സാധിക്കാത്ത ഒരു കാര്യം, പലരും മനസ്സിൽ തെറ്റിപ്പോകുന്ന കാര്യം. ഇങ്ങനെ ഒരു ചിന്തയിലാണ് ഒരാൾ പണിപ്പെടുന്നത് എങ്കിൽ അയാൾ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. അയാൾ എത്രത്തോളം ആ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരുന്നോ അത്രയും പ്രതിഫലമുണ്ട്. എത്രത്തോളം ഒരാൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, നേരത്തെ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ നേരത്തെ നല്ല രീതിയിൽ ആദ്യ സമയത്ത് തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് കിട്ടും. അങ്ങനെ റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പകല് ഫജ്ർ നിസ്കാരം മുതൽ അങ്ങോട്ട് ഇബാദത്തുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നല്ല ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല എളുപ്പം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഉറങ്ങുന്നത് എങ്കിൽ ആ ഉറങ്ങുന്ന സമയം മുഴുവനും അയാൾക്ക് പ്രതിഫലം അർഹമാക്കി തീർക്കാൻ പറ്റും. എന്നാൽ ഉറങ്ങുന്നതിനോ, നാം നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടം ചെയ്യുന്നതിനോ നിയ്യത്ത് നിബന്ധനയല്ല. ഒരാൾ ഒരു നിയ്യത്തും ഇല്ല, കച്ചവടം ചെയ്തൊന്നും ഒരു കുഴപ്പമില്ല, വേറെ ഹറാമുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു നിയ്യത്തുമില്ല. ഒരാൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു നിലക്ക് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് പ്രതിഫലാർഹമാകുന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ആദാതു അഹ്ലിൽ യഖ്ല ഇബാദാതു അഹ്ലിൽ ഗഫ്ല ആദാതുൻ വആദാതു അഹ്ലിൽ യഖ്ല ഇബാദാതുൻ. അഹ്ലുൽ യഖ്ലത്തിന്റെ ഉണർവോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആദത്തുകൾ പോലും അത് ഇബാദത്തായി തീരും, പ്രതിഫലാർഹമായി തീരും. കാരണം എല്ലാത്തിനും ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അയാൾക്ക് നിയ്യത്ത് വെക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് 2 രൂപത്തിൽ ഭക്ഷണം കഴിക്കാം. ഒരാൾ തലദ്ദുദിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി കഴിക്കാം, നമ്മുടെ നാവിന് രുചിയുള്ള കാര്യങ്ങൾ കഴിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കും? ഇല്ല.
ഒരാൾക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണവും വെള്ളവും അനിവാര്യമാണ്. അതില്ലാതെ ഒരാൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല, മരിച്ചു പോകും മനുഷ്യൻ, അല്ലെങ്കിൽ തളർന്നു പോകും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എത്ര ആസ്വാദികരമായ ഭക്ഷണമാണെങ്കിലും ശരി, അവിടെ നമ്മൾ ചിന്തിക്കുകയാണ് ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് നല്ല ഒന്ന് എണീച്ച് നിന്ന് നടക്കാൻ, ശക്തി ഉണ്ടാകാൻ. അത് ചിന്തിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെ പ്രതിഫലമാണ്. ഉറങ്ങുമ്പോൾ പ്രതിഫലമാണ്. ഒന്ന് നടക്കാൻ പോകുമ്പോൾ പോലും ശരീരത്തിന് ഇപ്പോൾ ആരോഗ്യം ഉണ്ടായാലേ നല്ല വയസ്സായ പ്രായത്തിലും ഇബാദത്തൊക്കെ എടുത്ത് കസേരയൊന്നും ഇല്ലാതെ നിസ്കരിക്കണമെങ്കിൽ ഒരാൾ അതിനുവേണ്ടി ആരോഗ്യത്തിന് വേണ്ടി സമയം മെനക്കെട്ടാണ്. രാവിലെ 1 മണിക്കൂർ അയാൾ ജിമ്മിൽ പോവുകയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് ഒന്ന് ഓടാനോ നടക്കാനോ ഒക്കെ പോവുകയാണ്. അപ്പോൾ അയാളൊരു ചിന്തയുണ്ട്, ഇത് ഇങ്ങനെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഓടി നടക്കാൻ എനിക്ക് കഴിയും, പ്രായമാകുമ്പോൾ ഇബാദത്തൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇയാളുടെ നിയ്യത്തെങ്കിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട്. അതാണ് ആദാത്തു അഹ്ലിൽ യഖ്ള ഇബാദ. നല്ല ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുടെ പ്രവർത്തികൾ ഇബാദത്താണ്. എന്നാൽ തിരിച്ച് ഇബാദാത്തു അഹ്ലിൽ ഗഫ്ല ആദാത്ത്, ഗഫ്ലത്തിൻ്റെ അശ്രദ്ധയിലായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇബാദത്തുകൾ പോലും ചിലപ്പോൾ ആദത്ത് പോലെ ആയിരിക്കും. നിസ്കരിക്കുന്നതിന് എന്താണ് നിസ്കരിക്കുന്നതെന്ന് അറിയില്ല, ഇങ്ങനെ സുബഹി നിസ്കരിക്കുന്ന ഉറക്കം തൂങ്ങി എന്തിനോ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നിസ്കാരം എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ, ഞാൻ മുസ്ലിം ഇസ്ലാമിന് പുറത്തു പോകില്ല എന്നൊക്കെ പേടിച്ചിട്ട് നിസ്കരിക്കണം. ഒരു താല്പര്യവുമില്ല എങ്കിൽ അത് ഒരു ആദത്ത് പോലെയാണ് പരിഗണിക്കപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഒരു പ്രതിഫലവും അതിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയില്ല. നോമ്പെടുക്കുന്നുണ്ട്, എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെ നോമ്പെടുക്കുക. എടുക്കാതെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഭക്ഷണമൊന്നും കിട്ടൂല, പുറത്തൊന്നും കിട്ടൂല, ആ നിലക്കാണ്, ഒരു കാര്യമില്ല. എന്നാൽ ഒരാൾ യഖ്ളത്തുള്ള ഉണർവുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ചിന്തകളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാധാരണഗതിയിലുള്ള ആദാത്തുകൾ പോലും പ്രതിഫലാർഹമാക്കി തീർക്കുമെന്നാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ചില പ്രവർത്തനങ്ങളുണ്ട് അതിന് ഒരു പ്രത്യേക നീയത്ത് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം കിട്ടും. അവിടെ ഒരു മോശപ്പെട്ട നീയത്തുൻ ഖബീസ അതിനോടൊപ്പം ഇല്ലാതിരുന്നാൽ മതി. ഏതുപോലെ അവർ പറഞ്ഞത്, ഉദാഹരണമായി പറഞ്ഞത്, നീ നിൻ്റെ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ പുഞ്ചിരിക്കും. അപ്പോൾ പുഞ്ചിരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. ആ ഹദീസും ചിലപ്പോൾ നിനക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകണം എന്നില്ല. നീ കാണുമ്പോൾ തന്നെ ചിരിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സംസാരിക്കുന്നു. അവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യത്തിന് അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. അവിടെ നീ ഒരു മോശം നീയത്തൊപ്പം കൊണ്ടുവരാതിരുന്നാൽ മതി. അല്ല, ആ ചിരിയുടെ പിന്നിൽ നിനക്ക് ചില ദുന്യവ്യായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്നാളൊന്ന് ചിരിച്ച് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ ചിരിക്കുന്നതിന് വരെ ചിലപ്പോൾ അവൻ വേറെ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലാഭം കണ്ട് ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഒന്നുമില്ല. നീ കണ്ടപ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടു, എൻ്റെ സഹോദരനെ കണ്ടു, ആ നീയത്തിൽ നീ ഒന്ന് പോയി ചിരിച്ചു, മുസാഫഹത്ത് ചെയ്തു, സലാം പറഞ്ഞു, ചിലപ്പോൾ നീ മനസ്സിൽ നീയത്തൊന്നും കരുതിയിട്ടില്ല, അതിന് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അതിന് പ്രതിഫലമുണ്ട്. കാരണം അത് മനുഷ്യന് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, മനസ്സിന് പെട്ടെന്നുണ്ടാകുന്ന അത്തരം കാര്യങ്ങൾക്ക് നീയത്ത് കൊണ്ടുവരിക. അതുകൊണ്ടാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു മോശപ്പെട്ട നീയത്ത് ഇല്ലാതിരുന്നാൽ അത് മാത്രം മതിയായതാണ്. പിന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. ഇവിടെ ഭാഷാപരമായി ഇന്നമ എന്ന് പറയുന്ന വാക്കിനർത്ഥം മാത്രമാകുന്നു എന്നാണ്. നിങ്ങൾ പലപ്പോഴും കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങൾ, വിശ്വാസികൾ മാത്രമാണ് പരസ്പരം സഹോദരങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ രണ്ട് വേർതിരിക്കുക. ഇബാദാത്തുകളാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്താണ് നീയത്തുകൾ, ആദാത്തുകളാണെങ്കിൽ അത് പ്രതിഫലാർഹമാകാനുള്ള ഷർത്താണ് നീയത്തുകൾ. അത് രണ്ടും വേർതിരിക്കുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, വഇന്നമാ തീർച്ചയായും ലികുല്ലി ഇംറിഇൻ ഓരോ മനുഷ്യനുമുണ്ട് മാ നവ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവനുണ്ട് എന്നാണ്. ഇംറുഉൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. അതിൽ ആണും പെണ്ണും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഓരോ ആണിനും പെണ്ണിനും എന്താണോ അവർ ഉദ്ദേശിച്ചത് അവനുണ്ട്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ ആണിനും പെണ്ണിനും അവരെന്താണോ നിയത്താക്കിയത് അതുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ നല്ല നീയത്തുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽപ്പെട്ട കാര്യമാണിത്. ഇപ്പോൾ പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിവിടെ ഒരു ദർസുണ്ട്, 4:30 ദർസുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ദർസ് പെട്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഉച്ചക്ക് വന്നിട്ടുണ്ടാവുന്ന ക്ലാസ് ഇല്ല. അപ്പോൾ സ്ഥിരമായി ദർസിന് വരുന്ന ഒരാളത് ശ്രദ്ധിച്ചിട്ടില്ല, അയാളത് കണ്ടിട്ടില്ല, അയാൾ ഗ്രൂപ്പ് കണ്ടിട്ടില്ല, അയാൾ ചിലപ്പോൾ ദൂര സ്ഥലത്ത് നിന്ന് കയറി വരുന്നതായിരിക്കും. അയാൾ കയറി വന്നപ്പോൾ അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഹദീസിൽ വന്നത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ വ്യക്തിക്കും അയാൾ എന്താണോ നിയത്താക്കിയത് അയാൾക്കുണ്ട് എന്നാണ്. അയാൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. കാരണം അയാൾ അത് ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ വന്നത്.
ഇവിടെ വന്നതിന് അപ്പുറത്തുനിന്ന് സാധനം വാങ്ങി പോകുക എന്ന് വിചാരിച്ച് വന്നതല്ല. അയാൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കേൾക്കാം, ഇൽമ് കേൾക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് കേൾക്കാം, ഈമാൻ അല്പം വർദ്ധിപ്പിക്കാം, നമ്മുടെ അറിവിൽ അല്പം വർദ്ധിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ ദർസില്ല. ചിലപ്പോൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടാകാം, ഇനി ചിലപ്പോൾ അറിയിച്ചിട്ടില്ല. ഇവിടെ എത്തിയപ്പോൾ ചിലപ്പോൾ സാങ്കേതികമായ ഒരു തടസ്സം കാരണത്താൽ കാര്യം നടന്നിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനത് പ്രതിഫലാർഹമായ കാര്യമാണ്. അവൻ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവൻ പ്രതിഫലമുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് ളുഹർ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ളുഹർ നിസ്കാരത്തോടൊപ്പം മയ്യിത്ത് നിസ്കാരം കൂടിയുണ്ട്. നീ അതും കൂടി നിയത്താക്കിയിട്ടാണ് ആ ഒരു പള്ളിയെ ലക്ഷ്യം വെച്ചത്. കാരണം അവിടെ പോയി ളുഹർ നിസ്കരിച്ചാൽ ഒപ്പം മയ്യിത്ത് നിസ്കാരം കൂടി കിട്ടും. പക്ഷേ നീ അന്ന് പോയപ്പോഴേക്കും അവിടെ മയ്യിത്ത് നിസ്കാരം ഇല്ല. പണ്ഡിതന്മാർ പറയാണ്, നിനക്ക് അതിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുമെന്നാണ് പറയുന്നത്. കാരണം നീ അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അത് നമ്മുടെ ജീവിതത്തിന് ഒന്നോ രണ്ടോ ഉദാഹരണത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. നമ്മളെപ്പോഴും നല്ല കാര്യം ചിന്തിച്ച് നല്ല കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് മുടങ്ങുന്ന വേളയിൽ നമ്മൾ ഒരു പ്രയാസം വിചാരിക്കേണ്ടതില്ല. അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ദീനുൽ ഇസ്ലാം അല്ലാഹു തആല എളുപ്പമാക്കിയ കാര്യമാണ്. പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം. കാരണം വൈന്നമാ ലിക്കുല്ലി മിൻ മാ നവ, അത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെറുതെ പറയല്ല, ഞാൻ അവിടെ പോകുന്നുണ്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ അല്ല. അള്ളാഹ്ക്കറിയാം നീ മനസ്സിൽ എന്താണ് കരുതിയത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ചിട്ടാണ് പ്രതിഫലം. നീ വെറുതെ നാവുകൊണ്ട് ഒരാളോട് പറഞ്ഞു ഞാൻ അവിടെ പോലുണ്ട് ഇവിടെ പോലുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല. നിന്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശം അതാണ്. അവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, ഇന്നത് കിട്ടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ കാര്യം അതാണ്. ഇതിന് നേരെ ഇതിൻ്റെ എതിർവശവും കൂടിയുണ്ട്. ഇതിന് നമ്മൾ കരുതിയിരിക്കേണ്ട ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു വിഷയം കൂടിയുണ്ട്. അത് തിന്മകൾ ആഗ്രഹിക്കുന്ന ആളുകളോടുള്ളതാണ്. ഒരാൾ തിന്മകൾ ആഗ്രഹിക്കുകയാണ്. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി എല്ലാ പുറപ്പാടും അവൻ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചു. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. കേവലം മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അതിനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. പക്ഷേ അവൻ ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവൻ പിന്മാറിയതല്ല, അവൻ്റേതല്ലാത്തതായ ചില കാര്യങ്ങൾ കൊണ്ട് അവൻ ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ ആ തിന്മയാണ് നിയത്താക്കിയതെങ്കിൽ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവിടെ ഉണ്ട് എന്നാണ്. തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവിടെ ഉണ്ട്. ഒരാളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഉദ്ദേശം അതാണ്, അവിടെ പോയി ഇന്ന ഹറാമുകളൊക്കെ ചെയ്യണം. പക്ഷെ അവിടെ പോയപ്പോൾ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റം അവനുണ്ട് എന്നാണ്. എന്താണ് ഇതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇദൽ തഖൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിമീങ്ങൾ അവർ ഏറ്റുമുട്ടുന്നു, ബിസൈഫിഹിമ, രണ്ടുപേരും വാളും കൊണ്ടാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. അവിടുന്ന് പറഞ്ഞത് ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. രണ്ടുപേരും വാളുകൊണ്ട് ഏറ്റുമുട്ടി, ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചില്ല. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബികൾ ചോദിച്ചു, ഖാലു ഹാദൽ ഖാതിൽ, കൊന്നവന്റെ കാര്യം ശരി, കൊന്നവൻ കൊലപാതകിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവൻ കുറ്റക്കാരനാണ്, നരകത്തിലാണ് എന്നൊക്കെ. ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, തൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ അതീവ തൽപരനായിരുന്നു ഈ കൊല്ലപ്പെട്ടവൻ. ആലോചിച്ച് നോക്കൂ, ഒരാൾ മരിച്ചിട്ട് പോലും അയാൾ കുറ്റക്കാരനാവുകയാണ്. കാരണം ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. ലാ യഹില്ലു ദമു ഇമ്രിഇൻ മുസ്ലിമിൻ, മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ രക്തം അനുവദനീയമല്ല. അനുവദിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യമുണ്ട്. കൊന്നാൽ പകരം കൊല്ലുക, വ്യഭിചാരി എറിഞ്ഞു കൊല്ലുക പോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുസ്ലിമായ സഹോദരനെ കൊല്ലുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരും പരസ്പരം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരാൾ വന്ന് അടിച്ചപ്പോൾ മറ്റേയാൾ പ്രതിരോധിക്കാൻ മാത്രം എന്തെങ്കിലും ചെയ്തതല്ല. മറിച്ച് ഇവനും അങ്ങോട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശമാണ്, ഇവൻ ഇങ്ങോട്ട് കൊല്ലണം എന്ന ഉദ്ദേശമാണ്. പക്ഷേ ഒരാൾ മരിച്ചുപോയി. അവിടുന്ന് പറഞ്ഞത് അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊല്ലപ്പെട്ടവനും അതുപോലെ കൊന്നവനും രണ്ടുപേരും നരകത്തിലാണ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മോശം നിയത്തുകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഒരു ഹറാമ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ കുറ്റം അവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും. ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മളത് ചെയ്തിട്ടില്ലല്ലോ എന്നില്ല. നീ ചെയ്യാൻ എല്ലാ പരിപാടിയും നീ എടുത്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്തതാണ്. അവസരം ലഭിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ മാത്രമാണ് നീ അതിൽ നിന്ന് പിന്മാറിയത്. അതുകൊണ്ട് അത് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട കാര്യമാണ്. നീ ആ തിന്മ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കരുത്. മനസ്സുകൊണ്ട് നീ ആ തിന്മ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ ഇതിൻ്റെ പോസിറ്റീവ് വശം നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് നമ്മൾ നല്ല നീയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാതെ തന്നെ പ്രതിഫലം കയറി വരുന്ന ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഇപ്പുറത്ത് അതിൻ്റെ നേരെ വിപരീതമായ ഗൗരവമുള്ള വിഷയവുമുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നീയത്ത് അത് എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ബന്ധപ്പെട്ട ഒരു ഉദാഹരണത്തിലാണ് ഈ ഹദീസിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, പ്രത്യേകിച്ചും മക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബികൾക്കും മറ്റുമൊക്കെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. അവിടുന്ന് പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അപ്പോൾ ആരുടെ ഹിജ്റയാണോ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമായിട്ടുള്ളത്, അപ്പോൾ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ കാര്യം എന്താണ്? അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ഹിജ്റ പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ ചെയ്താൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ് അവൻ്റെ ഹിജ്റ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഹിജ്റ എന്ന് പറയുന്ന വാക്ക് സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം ഹജറ എന്ന് പറഞ്ഞാൽ തറക്ക എന്നാണ്, ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ വാക്കിനർത്ഥം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് സാങ്കേതികമായ ഇസ്ലാമിൻ്റെ നിയമത്തിൽ ഇത് ഭാഷാപരമായ അർത്ഥമാണ് ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു അർത്ഥമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇന്തിഖാലു മിൻ ബിലാദിൽ കുഫ്രി ഇലാ ബിലാദിൽ ഇസ്ലാമി ഫിറാറൻ ബിദ്ദീൻ. ദീൻ സംരക്ഷണത്തിന് വേണ്ടി ദീനും കൊണ്ട് ഓടിയതാണ്. കുഫാറുകളുടെ രാജ്യത്തിൽ നിന്ന് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. മുസ്ലിമായി ജീവിക്കുമ്പോൾ അവിടെ കൊല്ലപ്പെടുക, പ്രയാസപ്പെടുത്തപ്പെടുക, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക. ദീൻ ഉയർത്തി ജീവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദീനും കൊണ്ട് മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് ഒരാൾ സ്ഥലം മാറിയതാണ്. അതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിലുള്ള ബാക്കിയുള്ള കാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഒരാൾക്കൊരു നാട്ടിൽ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, നിസ്കരിച്ചാൽ കൊല്ലും. അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. മുസ്ലിമാണോ അയാൾക്ക് അവിടെ അപായമാണ്, അവിടെ പ്രയാസമാണ്. എങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ദീനാണ് ഉപേക്ഷിക്കുക. തൽക്കാലം ദീൻ ഉപേക്ഷിച്ചവരൊന്നും ചെയ്യില്ലല്ലോ. നമ്മൾ കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കച്ചവടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ആ കച്ചവടമൊക്കെ ചെയ്ത് അവിടെ നിൽക്കാൻ പാടില്ല. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിന്ന് പോകാൻ സാധിക്കുമെങ്കിൽ, അവിടെ കുദറത്ത് നിർബന്ധമാണ്, കുദറത്ത് ഷർത്താണ്, ഒരാൾക്ക് പോകാൻ കഴിയും. അപ്പുറത്തൊരു നാട്ടിലേക്ക് പോയാൽ ദീൻ അനുസരിച്ച് തന്നെ ജീവിക്കാൻ ചിലപ്പോൾ ഭൗതികമായിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഭൗതികമായിട്ട് ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത കച്ചവടങ്ങൾ, പല കാര്യങ്ങൾ, ബാക്കിയുള്ള കുടുംബങ്ങൾ, അങ്ങനെ പലതും ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കണം. ദീനിനാണ് പ്രാധാന്യം. കാരണം ദീൻ ഉയർത്തിപ്പിടിക്കാനാണ്, ദീൻ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിന് സഹായകമാകുന്ന കാര്യമാണ്. അപ്പോൾ ആ ദീൻ അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? ദീനിന് വേണ്ടി എന്ത് ചെയ്യണം? മുൻതൂക്കം കൊടുക്കണം. ഇത് ബുദ്ധിയുള്ള എല്ലാ ആളുകളും അവരുടേതായ മേഖലകളിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ആളുകൾ എന്താ ചെയ്യുക? അവിടെ തന്നെ എന്നിട്ട് എന്തെങ്കിലും തൽക്കാലം ഉള്ളതൊക്കെ പഠിച്ച് ജീവിക്കാമെന്ന് ആളുകൾ തീരുമാനിക്കും? ഇല്ല. ആളുകൾ എന്താ തീരുമാനിക്കുക? നമുക്കെന്താ അപ്പുറത്തെ രാജ്യത്ത് പോയാൽ, നമുക്കെന്താ കാനഡയിലേക്ക് പോയാൽ, നമുക്കെന്താ ഇംഗ്ലണ്ടിലേക്ക് പോയാൽ, UK പോകാൻ, ഇന്ന സ്ഥലത്തൊക്കെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു വരാം. ഇവിടെ അങ്ങനെ വെറുതെ എന്നിട്ട് നമ്മളങ്ങനെ പഠിക്കാതിരിക്കേണ്ട. കാരണം എന്താണ്? ഭൗതികമാണ് അവർ താല്പര്യപ്പെടുന്നത്, ഭൗതികമാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ വിഷയത്തിന് ഈ നാട് വിട്ട് പോയാലാണ് നമുക്ക് ആ വിഷയത്തിൽ മികവുണ്ടാവുക. അപ്പം അതേപോലെ തന്നെയാണ് ദീൻ ഒരാൾക്ക് ഇവിടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ദീൻ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ ആ ദീൻ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സ്ഥലം ഉണ്ട്, അയാൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ പോകൽ നിർബന്ധമായ കാര്യമാണ് എന്നാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ ഇല്ല, അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വലിയ ശുക്ർ പറയേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇങ്ങനെ സംഘടിപ്പിക്കാനും സംസാരിക്കാനും, അല്ലെങ്കിൽ പൊതുവേദിയിൽ പോലും, അല്ല പൊതു സദസ്സിൽ പോലും, ഒരു റോഡരികിൽ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ, തൗഹീദ്, അത് ഉജ്ജ്വലമായി സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്ത് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. മറ്റനേകം രാജ്യങ്ങൾ ചിലപ്പോൾ ഇല്ലാത്തതായ ഒരു അനുഗ്രഹം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്കുണ്ട്, അവിടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നിർബന്ധമില്ല ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമില്ല. അപ്പോഴും പണ്ഡിതന്മാർ പറയുകയാണ് മുസ്തഹബാണ്, നല്ലതാണ്. കാരണം ഒന്നുകൂടി ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ലാഹിറായി പ്രകടമായി ഉണ്ടാകുന്ന ഒരു നാടാണെങ്കിൽ അവിടേക്ക് പോകുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ചില കൂട്ടർക്ക് അത് മുസ്തഹബല്ല. ആർക്കാണത്? ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്ന, ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള മസ്ജിദുകളിൽ ഇമാമത്തോ മറ്റോ ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള, അങ്ങനെ ദീനിൻ്റെ മസ്ലഹത്ത് അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള നാട്ടിൽ തന്നെ നിൽക്കലാണ് നല്ലത്.
അവർക്ക് ഇങ്ങനെയുള്ള നാടുകളിൽ നിൽക്കണമാണ് നല്ലത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത രാജ്യങ്ങളിൽ ഒരാൾക്ക് പോകാനുള്ള ഖുദ്റത്തുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതാണ് അവർക്ക് അഫ്ളൽ എന്നാണ്. അപ്പോൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണമാണ് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആൾ ഹിജ്റ എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു ഭീകരമായ സംഭവം പോലെയൊക്കെ അവതരിപ്പിക്കും. ഒന്നുമില്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടി പല കാര്യങ്ങളും അത് നല്ലത് കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ ദീൻ എവിടെയാണോ നല്ലതായിട്ട് നമുക്ക് നന്നായി നിസ്കരിക്കുക, ആരും നമ്മൾ ചോദിക്കാനില്ല. നമുക്ക് അൽഹംദുലില്ലാ ബാങ്ക് കേൾക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, ഇസ്ലാമികമായ വേഷം ധരിക്കുന്നു, ആരും നമ്മളെ കളിയാക്കാനില്ല, പ്രയാസപ്പെടുത്താനില്ല, നല്ല രീതിയിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് മാറി താമസിക്കുക എന്നതാണ് ഹിജ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഹിജ്റ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്നിട്ട് ഈ നാട്ടിനെതിരെ തിരിയുക, അങ്ങനെയൊന്നുമല്ല. ചില ആളുകൾ അങ്ങനെ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ പോയി ഇന്ന് പിന്നെ ഇനി അവിടെ വേറെന്തോ പ്ലാനിങ് ചെയ്ത് ഇവിടെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അങ്ങനെയല്ല ഹിജ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ദീൻ ഉയർത്തി പിടിക്കണം, ദീനിനാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം. അതിനുവേണ്ടി നല്ലൊരു സ്ഥലത്തേക്ക് മാറുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹിജ്റയെക്കുറിച്ച് എടുത്തു പറഞ്ഞത്? കാരണം ഹിജ്റ ഏറ്റവും അഫ്ളലായ ഒരു ഇബാദത്താണ്. ഹിജ്റ ഏറ്റവും അഫ്ളലായ ഒരു ഇബാദത്താണ്. ഹിജ്റ ചെയ്തു കഴിഞ്ഞാൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഹിജ്റയും ഹജ്ജും രണ്ട് കാര്യങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. കഴിഞ്ഞു പോയ അമലുകളെല്ലാം തന്നെ, അഥവാ കഴിഞ്ഞു പോയ തിന്മകളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ശേഷം പുറത്തു തരുന്നതായിരിക്കും. ഹജ്ജ് അങ്ങനെ തന്നെയാണ്. ഒരാൾ ഹജ്ജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഹജ്ജ് കബൂലായി കഴിഞ്ഞാൽ അയാളെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതേപോലെ തന്നെ ഹിജ്റ ഫضലുള്ള കാര്യമാണ്. അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന കാര്യം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാട്, ജനിച്ച ആ സ്ഥലം, അതിനോടൊക്കെ നല്ല ഹുബ്ബുൻ ത്വബീഇ, ഒരു പ്രകൃതിപരമായ ഒരു സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ദീനിന് വേണ്ടി അവൻ പോവുകയാണ്. അവൻ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ, അവൻ ഇഷ്ടപ്പെടുന്ന പലതുമുണ്ട്, പക്ഷെ ദീൻ മാത്രം അവിടെ പാലിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പോട്ടെ, അല്ലെ? ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക അത്ര ഇഷ്ടപ്പെട്ട നാടാണ്, അവരുടെ കുടുംബങ്ങൾ ഒന്നാകെ ജീവിക്കുന്ന നാടാണ്. പക്ഷേ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക, കൊല്ലാൻ സാധിക്കുന്നവരൊക്കെ കൊല്ലുക, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ദീൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഏറ്റവും കുറഞ്ഞത് ദീനിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരിപാടിയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് ആളെ ക്ഷണിക്കണം, ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. നാട് മാറി മദീനയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയുള്ള ഒരു കാര്യമാണ്, വളരെ ഫضലുള്ള ഒരു അമലാണ്. അതേപോലെ പണ്ഡിതന്മാർ ഹിജ്റ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അത് ഹജ്റു മഅസിയത്തിൻ ഇല ത്വാഅ, തിന്മകൾ ഉപേക്ഷിച്ച് ഒരാൾ നന്മയിലേക്ക് വരുന്നത് ഒരു ഹിജ്റയാണ്. അത് എപ്പോഴും നമ്മൾ ചെയ്തേണ്ട ഒരു കാര്യമാണ്. ഒരു തിന്മയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഹിജ്റയാണ്. തിന്മ ഉപേക്ഷിച്ചിട്ട് നന്മയിലേക്ക് നമ്മൾ വരിക. നമ്മൾ തിന്മയിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകും. ആ തിന്മകൾ, ഹറാമുകൾ ഉപേക്ഷിച്ച് നന്മയുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഹിജ്റയാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞാണ്, മുസ്ലിമീങ്ങളുടെ രാജ്യം തന്നെ ആയിരിക്കാം, പക്ഷേ ആളുകൾ നല്ല താഴത്തുള്ള സ്ഥലങ്ങളുണ്ട്, ആളുകൾ നന്നായി ദീനിയായി ജീവിക്കുന്ന സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തേക്ക്, അഥവാ തെമ്മാടികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ദീനിയായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് മാറുക എന്നുള്ളത് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ നാട്ടിൽ നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാഹ് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷേ ചില സ്ഥലത്തേക്ക് നമുക്ക് മാറി കൂടുതൽ ദീനിയായിട്ട് നമുക്ക് മികവ് ഉണ്ടാകും, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട ഇൽമുകളും മറ്റുമൊക്കെ ലഭിക്കുന്ന സദസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരാൾ മാറുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്, അത് നല്ല കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ അവന് നിയ്യത്ത് അതല്ലാതെ മറ്റൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിന് ദീൻ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹിനെയും റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇലല്ലാഹി വറസൂലിഹി എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം ആ കാലഘട്ടത്തിൽ ഹിജ്റ റസൂലുള്ളാഹിൻ്റെയൊക്കെ അടുത്തേക്കാണ്. ലോകത്ത് അന്ന് ഇസ്ലാമിക രാജ്യമായിട്ട് മദീന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു നാട്ടിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതിരുന്നാൽ അവർക്ക് പോകേണ്ടത് മദീനയിലേക്കാണ്. അപ്പോൾ അള്ളാഹുലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ബൈഅത്തിലേക്ക്, അവിടേക്കാണ് ഒരാൾ പോകുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരാൾ അങ്ങനെയല്ല, വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മഹാജറ ഇലൈഹി. അപ്പോൾ ഒരാളുടെ ഹിജ്റ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തിയതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മഹാജറ ഇലൈഹി, അവൻ എന്തിലേക്കാണോ ഹിജ്റ ചെയ്ത് അതേ അവന് കിട്ടുകയുള്ളൂ, വേറെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പം അത്തരമായ ഈ അമലുണ്ടായിട്ട് അവൻ ഹിജ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഉദ്ദേശം മദീനയിൽ എത്തിയിട്ട് വേണം അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം. അപ്പോൾ അവിടെ കുറേ സ്ത്രീകൾ ഉണ്ട്, അപ്പോൾ അവരെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ അവിടെ പോയി വല്ല കച്ചവടവും ചെയ്തിട്ട് ജീവിക്കുക, അത് മാത്രമാണ് ഉദ്ദേശം. അയാൾക്ക് ദീനിയായ യാതൊരു ഉദ്ദേശവുമില്ല. ദുനിയാവ് ഉണ്ടാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഹിജ്റതുഹു ഇലാ മഹാജറ ഇലൈഹി, അവൻ്റെ ഹിജ്റ അവൻ എന്താണോ ചിന്തിച്ചത് അതേ ഉണ്ടാവുകയുള്ളൂ. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന്
പരലോകത്ത് അവനൊന്നും തന്നെ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? കാരണം ഇന്നമല്ല 4 ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവനിവിടെ സ്ത്രീയെ കല്യാണം കഴിക്കുക, അതൊരു ദുനിയാവിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഉദാഹരണം ഇപ്പം ഇന്ന് തന്നെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇവിടെ 2 ആളുകൾ പോകുന്നു. ഒരാൾക്ക് ഇവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ അയാൾ മക്കത്തേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ മക്കത്തേക്ക് അവിടെ അയാൾക്കൊരു കിട്ടിയെന്ന് വിചാരിക്കുക, അവിടെ പോയാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പോകുന്നത് ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം എന്ന ആഗ്രഹത്തിലാണ്. എന്നാൽ രണ്ടാമത്തെ ആൾ അയാൾ പോകുന്നത് മക്കത്ത് പോയാൽ നല്ല കച്ചവടം തുടങ്ങാൻ പറ്റും, നല്ല കച്ചവടം ഉഷാറാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഹജ്ജും ഉംറയൊക്കെ കാര്യം എപ്പോഴും ആൾക്കാർ സജീവമാണ്. അപ്പോൾ അതാണ് അയാൾ ഉദ്ദേശം. ദീൻ്റെ കാര്യം അയാൾ ചിന്തിച്ചിട്ടേ ഇല്ല. അള്ളാഹുലേക്കോ റസൂലിലേക്കോ ഉള്ള ഹിജറ അല്ല, ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഹിജറ അല്ല. ദുനിയാവ് കൂടുതൽ അവിടെയാണ് കിട്ടുന്നത്, നല്ല ബിസിനസ് അവിടെ നടക്കും. ആ നിയത്തിലേക്കാണ് ഒരാൾ പോയതെങ്കിൽ അയാൾക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ആദ്യം പോയാൽ 2 ആൾ ഒരേ പ്രവർത്തനമാണ് ചെയ്തത്, ഒരേ കഷ്ടപ്പാടും ഒരേ യാത്രയും ഒക്കെ ഉണ്ടാവും, ഒരേ ഊർജ്ജമൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാവും ഇതിനു വേണ്ടിയിട്ട്. പക്ഷേ നിയത്ത് അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വളരെ വലിയ പ്രതിഫലം, കാരണം ഹിജറ ഉദാഹരണം പറഞ്ഞത് വലിയൊരു അമലായതുകൊണ്ടാണ്. അത്രയും വലിയ പ്രതിഫലം ഒരാൾക്ക് കിട്ടുന്നു, ഒരാൾക്ക് ഒന്നുമില്ല. ദുനിയാവിൽ എന്താണോ കിട്ടുന്നത്, ആ പെണ്ണിനെ കിട്ടും, അല്ലെങ്കിൽ ആ കച്ചവടം കിട്ടും, എന്താണോ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വളരെ ഒരു അടിസ്ഥാനം കൂടിയാണ് ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു വിഷയത്തിലും നമ്മളിവിടെ വന്ന് ദീൻ പഠിക്കുന്ന കാര്യമാണെങ്കിലും പോലും സഹോദരങ്ങളെ, അതിൻ്റെ പിന്നിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കും. മൻ തഅല്ലമ ഇൽമൻ, ആരെങ്കിലും ഒരു ദീനി വിജ്ഞാനം നേടുന്നു, മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹ്, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിക്കാൻ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാൻ പല സ്ഥലത്തും കാണും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ പോയി കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിൻ്റെ മുഖം കാണുക എന്നുള്ളതാണ്. അപ്പം അത് സ്വർഗം പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതായൊരു കർമ്മം ഒരാൾ പഠിക്കുന്നു. പക്ഷേ എന്തിനാണ് അവൻ പഠിക്കുന്നത്? ലാ യതഅല്ലമഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ചില എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടാനല്ലാതെ അവൻ അത് പഠിക്കുന്നില്ല. അള്ളാഹിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് പഠിക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. സയൻസോ ഇംഗ്ലീഷോ മാത്സോ ബിഒ ഇംഗ്ലീഷോ എക്കണോമിക്സോ ഒന്നുമല്ല, അള്ളാഹിൻ്റെ ദീനാണ് പഠിക്കുന്നത്. പക്ഷേ ഇവൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ലാതെ എന്നല്ല, ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവന് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗം കിട്ടൂല എന്നല്ല പറഞ്ഞ, സ്വർഗത്തിൻ്റെ പരിമളം തന്നെ അവൻ ലഭിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ഫضലുകൾ നമ്മൾ ഇൽമിൻ്റെ മജ്ലിസിന് ഇൽമു പഠിക്കുന്നവർക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിനൊക്കെ ഈ ഒരു കാര്യം ബാധ്യതയാണ്. കാരണം ഈ ഹദീസ് എല്ലായിടത്തും ബാധകമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ വിജ്ഞാനം നൽകും. പക്ഷേ അവൻ ഈ നീയത്ത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ ഇവിടെ ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ പരിമളം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ നിയത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങൾ, അതെല്ലാ അമലുകൾക്കും അത് തന്നെയാണ് അതിൻ്റെ വിഷയം. ഇനി പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില അമലുകളുണ്ട്, ദീനിൽ ചില അമലുകളുണ്ട്, അത് ചെയ്യുക വഴി ദുന്യവിയായ ചില നേട്ടങ്ങൾ ദീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ദുന്യവിയായ നേട്ടം നമുക്ക് ആഗ്രഹിക്കാമോ അല്ല പാടില്ലേ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരാൾ കുടുംബബന്ധം പുലർത്തി കഴിഞ്ഞാൽ അയാൾക്ക് 2 ഉപകാരമുണ്ട്. ഒന്നെന്താണ്? അയാളുടെ ആയുസ് വർദ്ധിക്കും. 2, ഉപജീവനം വിശാലമാകും. കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ നൽകുന്ന ഒരു ഖൈറാണത്. ആയുസ്സിൽ വർദ്ധിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പല അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ബറക്കത്തുണ്ടാകും. ചിലപ്പോൾ അയാൾ ജീവിച്ചത് 60 കൊല്ലമായിരിക്കും, ഇയാൾ 60 കൊല്ലമായിരിക്കും. പക്ഷേ ഇയാൾ 60 കൊല്ലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ബറക്കത്തുള്ള ജീവിതമായി കിട്ടും. രണ്ടാമത്തേത് ആയുസ്സിൽ, രണ്ടാമത് റിസ്കിൽ നല്ല വിശാലതയുണ്ടാകും. അതും അങ്ങനെ തന്നെയാണ്, ബറക്കത്താണ് കാര്യം. ചിലപ്പോൾ ഒരേ കാര്യമായിരിക്കും, പക്ഷെ എല്ലാത്തിനും മതിയാവും. നല്ല കുടുംബബന്ധം നോക്കുന്ന ആളാണ്, ഉമ്മാൻ്റെ കുടുംബക്കാർ ഉപ്പാൻ്റെ കുടുംബക്കാർ എല്ലാവരുമായിട്ട് സാധിക്കാവുന്ന രൂപത്തിൽ ബന്ധമൊക്കെ വെക്കുന്ന ആളാണ്. ഇത് കിട്ടുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരാൾ കുടുംബബന്ധം വെക്കുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഫലം കുറക്കുന്ന കാര്യമാണോ, അതല്ല തെറ്റില്ലാത്ത കാര്യമാണോ, അതല്ല പ്രതിഫലത്തെ ബാത്തിലാക്കുന്ന കാര്യമാണോ? പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് കുഴപ്പമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞിട്ട് തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു തന്നെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ അത് നിയത്താക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇല്ല, അത് പാടില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലൊരു അമലാണ്, അതിൻ്റെ പ്രതിഫലം റബ്ബ് നാളെ നൽകും. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാനിത് ചെയ്യും എന്ന നിയത്ത് മാത്രമേ പാടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചിലർ അതിനെ ഒന്ന് തഫ്സീൽ ചെയ്ത് വിശദീകരിച്ച് പറഞ്ഞു.
ഒരാളുടെ അടിസ്ഥാനപരമായ നീയത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. ഇത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ചിന്തയാണെങ്കിൽ അവൻ തിരക്കേടില്ല. ഇനി ഒരാളുടെ അടിസ്ഥാനപരമായ നീയത്ത് ദുനിയവിയായ നേട്ടം മാത്രമാണ്, അതല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ല എങ്കിൽ അയാൾക്ക് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഏറ്റവും അഫ്ളൽ നമ്മൾ ദീനിയായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉദാഹരണം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഹജ്ജിന് ഒരാൾക്ക് അവിടെ പോയിട്ട് കച്ചവടം ഉദ്ദേശിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. അപ്പം ഹജ്ജ് കഴിഞ്ഞ ബാക്കിയുള്ള വേളയിൽ അല്ലെങ്കിൽ ഹജ്ജ് എത്തുന്നത് വരെയുള്ള സമയത്ത് മക്കത്ത് വല്ല കച്ചവടം ഒരാൾ ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല. പഴയ കാലത്ത് ഇന്നത്തെ പോലെയല്ല, നമുക്കറിയാം നമ്മളെ വാഹനത്തിൽ നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇന്നിപ്പം കച്ചവടം ചെയ്യാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനില്ല. എന്നാലും ഒരാൾ ചിന്തിക്കുക, നമ്മൾ ബാഗിൽ കുറച്ച് ഊതൊക്കെ കൊണ്ടുപോകാൻ, ആരെങ്കിലുമൊക്കെ കണ്ടെയ്നർ കൊടുക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റില്ല. കാരണം ഹജ്ജിൻ്റെ മസ്ലഹത്തിൽ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞ വേളയിൽ നമുക്ക് ആളുകളെ കാണും, വ്യത്യസ്ത നാട്ടിലെ ആൾക്കാരുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ തെറ്റുള്ള കാര്യമല്ല. പക്ഷെ അവിടെയും മസ്അല ഇതേപോലെയാണ്. ഒരാളുടെ പ്രധാനപ്പെട്ട ഹജ്ജിന് മുമ്പ് തന്നെ നിയത്ത് ഇതാണ്, അവിടെ പോയി കുറച്ച് റിയാലുകൾ ഉണ്ടാക്കണം എന്ന നിയത്തിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാളുടെ ഹജ്ജിൻ്റെ പ്രതിഫലം സംശയത്തിലാണ്. എന്നാൽ ഒരാൾ അങ്ങനെയില്ല, ഹജ്ജാണ് കാര്യം, അതിൽ പ്രതിഫലം കിട്ടണം. ഇതിങ്ങനെ ചെയ്തതിനാൽ എനിക്ക് വല്ല വട്ടച്ചെലവിനുള്ള കാര്യം കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ഉപകാരത്തിന് കിട്ടും, ഇതിൻ്റെ താഴെയുള്ളൂ എങ്കിൽ ഇൻഷാ അല്ലാഹ് അവനത് കുഴപ്പമില്ല. എന്നിരുന്നാലും ഏറ്റവും നല്ലത് എന്താണ്, നമ്മൾ അഫ്ളലായ കാര്യം ദീനിൻ്റെ കാര്യം മാത്രം അത് ശ്രദ്ധിക്കുക എന്നാണ്. കാരണം ചില പണ്ഡിതന്മാരത് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇതൊരു ഖൈസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ വിഷയം പറഞ്ഞത് എന്നുള്ളതൊരു കഥയുണ്ട്. അതായത് ഇദ്ദേഹം ഹിജ്റ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയെ വിവാഹം ചെയ്യുക എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത് എന്ന അഭിപ്രായം കാണാൻ സാധിക്കും. ഇബ്നു റജബ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഖിസ്സ ഇതിൻ്റെ ഒരു സബബായിട്ട് വന്നതാണ്, ഈ ഹദീസിൻ്റെ കാരണമായിട്ട് വന്നതാണ് എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല, അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ പല ഉലമാക്കളും പറഞ്ഞത് ഈ കഥ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഈ ഹദീസ് വേറെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ കാരണമായി വന്നത് എന്നുള്ളത് മാത്രമാണ് സ്ഥിരപ്പെടാത്തത് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ സനദുമായി ബന്ധപ്പെട്ട ചില ഫിഖുകളിലൂടെ നമുക്ക് പറയാനുണ്ട്. സനദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹദീസ് നമ്മൾ കേട്ടല്ലോ, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. മിമ്പറിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് സ്വഹാബികൾ ഇത് കേട്ടിട്ടുണ്ടാകണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റൊരാളും ഇത് സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടില്ല. വേറെ ചില സഹാബികളൊക്കെ ഉദ്ധരിച്ചു എന്ന് പറയുന്നതായിട്ട് ഈ ഹദീസ് ഉണ്ട്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസ് മാത്രമാണ് സ്വഹീഹായിട്ടുള്ളത്. അത് മാത്രമേ സ്വഹീഹായിട്ടുള്ളത്. വലിയൊരു ഫضലായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് ഉമർ റളിയല്ലാഹു മാത്രമാണ് ഈ ഹദീസ് സ്വഹീഹായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. നമുക്ക് ഹദീസിൻ്റെ സനദ് അറിയാലോ. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് ഇതാണ്. അപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം മറ്റു സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി പറയും ഹദ്ദസന, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞു, ഹദ്ദസന ഹുമൈദി, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എഴുതിയെടുത്ത ആൾക്കാരെ ബുക്കിൽ നോക്കി എഴുതിയെടുക്കും ഈ ഹദീസ്, അല്ലെങ്കിൽ അവർ ഹിഫ്ലാക്കിയതിൽ നിന്ന് കേട്ട് പഠിക്കും. അങ്ങനെയാണ് ഹദീസിൻ്റെ നിദാന ശാസ്ത്രം ഉണ്ടാവുക, അതിൻ്റെ പരമ്പര ഉണ്ടാവുക. അപ്പം അങ്ങനെ പോകുന്ന വേളയിൽ അവസാനമാണ് സ്വഹാബി ഉണ്ടാവുക. സ്വഹാബി ആയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അല്ലെങ്കിൽ ചെയ്യുന്നതായി കണ്ടു, അങ്ങനെയൊക്കെ പറയുന്ന സ്വഹാബി ആയിരിക്കും. അപ്പോൾ ആ സ്വഹാബികളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തതായി സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി എന്ന് പറയുന്ന താബിഈ അല്ലാതെ മറ്റൊരാളും റിവായത്ത് ചെയ്ത് സ്വഹീഹായി വന്നിട്ടില്ല. അത് ഉമറിൻ്റെ അടുക്കൽ നിന്ന് കേൾക്കുന്നത് അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസി എന്ന് പറയുന്ന താബിഈയാണ്. അദ്ദേഹത്തിൽ നിന്നും മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തൈമി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലാതെ ഈ ഹദീസ് കേട്ടിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നും യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹിമഹുല്ലാ ഈ പറയുന്ന വ്യക്തിയല്ലാതെ മറ്റൊരാളും കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പരമ്പര എടുത്ത് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ കേട്ടത് ഉമറിൽ നിന്നും കേട്ടത് അൽഖമയിൽ നിന്നും കേട്ടത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തൈമി, അദ്ദേഹത്തിൽ നിന്നും കേട്ടത് യഹ്യ ബിൻ സഈദ് അൽ അൻസാരി. ഇങ്ങനെ, അതായത് വേറെ പരമ്പരയിൽ ആരുമില്ല, ഇവർ മാത്രമാണ്. അതിനുശേഷമാണ് പിന്നീട് ഒരുപാട് ആളുകൾ യഹ്യ ബിൻ സഈദ് അൽ അൻസാരിയിൽ നിന്നാണ് ഒരുപാട് ആളുകൾ പിന്നീട് ഈ ഹദീസ് കേട്ട് റിവായത്ത് ചെയ്യുന്നത്. അപ്പോൾ പൊതുവിൽ ഇങ്ങനെയുള്ള ഹദീസുകൾക്ക് ഗരീബായ ഹദീസ് എന്ന് പറയും. ഗരീബായ, അതായത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നൊരു അത്ഭുതം ഉണ്ടാകും. പക്ഷേ ഇത് സ്വഹീഹായ ഹദീസാണ് എന്നുള്ളതിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ല. അതുകൊണ്ട് ഇമാം ബുഖാരി ഒന്നാമത്തെ ഹദീസായി ഇതെടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഒരുപാട് സനദുമായി ബന്ധപ്പെട്ട ഫിഖ് പറഞ്ഞത് കാണാൻ സാധിക്കും.
സാധാരണഗതിയിൽ ചില ബിദ്അത്തുകാരായ ആളുകൾ വിശ്വാസപരമായ കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകൾ പാടില്ല. എന്താണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ? ഓരോ സനദിലും ഒരുപാട് ആളുകൾ ഉണ്ടാവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് സഹാബികൾ കേൾക്കുക, സഹാബികളിൽ നിന്ന് ഒരുപാട് താബിഈങ്ങൾ കേൾക്കുക. നമ്മളൊരു പിരമിഡ് പോലെ വരച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അടുത്ത സഹാബി ഒരുപാട് ആളുണ്ടാവണം, അതിൽ ഒരുപാട് താബിഈ ഉണ്ടാവണം, ഒരുപാട് താബിഈ ഉണ്ടാവണം, ഒരുപാട് അയിമ്മത്തുകൾ ഉണ്ടാകണം. അങ്ങനെ വന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ചില ബിദ്അത്തിന്റെ ആളുകൾ, മുഅ്തസിലിയാക്കളെ പോലെ ആളുകൾ പറയുകയും അങ്ങനെ ഒരുപാട് ഹദീസുകൾ അവർ തള്ളിക്കളയുകയൊക്കെ ചെയ്യും. ഇമാം ബുഖാരി യഥാർത്ഥത്തിൽ അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഹദീസുകൾ കൊടുത്തത് എന്നാണ് പറയുന്നത്. കാരണം ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസാണ് ഈ ഹദീസ്. ഇനി ഇമാം ബുഖാരിയുടെ അവസാനത്തെ ഹദീസുണ്ട്, കിതാബ് തൗഹീദ് എന്നാണ് അവസാനത്തെ അധ്യായത്തിന്റെ തലക്കെട്ട്. അതിൽ അവസാനത്തെ ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. കലിമത്താനി ഖഫീഫത്താനി സഖീലത്താനി ഫിൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇല റഹ്മാൻ. എൻ്റെ വാചകങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിന്റെ പരമ്പര നോക്കിയാലും അങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം അങ്ങനെയാണുള്ളത്. അതായത് ഇമാം ബുഖാരി അതിൻ്റെ ആദ്യത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഈ നിലക്കുള്ള ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ അദ്ദേഹം ഇത്തരം ഹദീസ് നിഷേധികൾക്കുള്ളൊരു മറുപടി ആയിക്കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ സാധിക്കും. അഥവാ എന്തില്ല, ഓരോ തബക്കയിലും ഓരോ തട്ടിലും ഒരുപാട് ആളുകൾ റിവായത്ത് ചെയ്യണം എന്നുള്ളത് ഹദീസിൽ നിബന്ധനയല്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് സ്വഹീഹായ സനദോടുകൂടി ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഇനി ഹദീസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിൻ്റെ പാതിയാണ് ഈ ഹദീസ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഏതൊരു സൽക്കർമ്മവും രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു സൽക്കർമ്മമായി മാറുകയുള്ളൂ. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സൽക്കർമ്മമായി മാറുകയുള്ളൂ. ഒന്ന് നിയത്താണ്, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ള ഇത്തിബാ ആണ്. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അമൽ ശരിയാവുകയുള്ളൂ. നിസ്കരിക്കുമ്പോൾ നിയത്ത് വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന പോലെ നിസ്കരിക്കണം. ളുഹർ 4 റക്അത്താണ്, അതൊരാൾ 3 റക്അത്തോ 5 റക്അത്തോ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. എത്ര നല്ല ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചാൽ. വേറൊരാൾ 4 റക്അത്ത് തന്നെ നിസ്കരിക്കുന്നു, പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളാണ്, വേറെ ആരുടെയെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടാനാണ്, പുകഴ്ത്തൽ കിട്ടാനാണ്, സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഇത് രണ്ടും അനിവാര്യമാണ്. നിയത്തും വേണം, ഇത്തിബാഉം വേണം. അപ്പം അതിൻ്റെ പകുതിയാണ് ഈ ഹദീസ് പറയുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത് സൽക്കർമ്മം ശരിയാകേണ്ട പകുതി കാര്യമാണ്, നിയത്ത് ഉണ്ടാവുക. ബാക്കിയുള്ളത് അടുത്ത ഹദീസാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നമ്മുടെ കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ പകുതി, അമലിൻ്റെ സാലിഹായ കർമ്മത്തിൻ്റെ പകുതി ഈ ഹദീസാണ് അതുമായി ബന്ധപ്പെട്ട തെളിവ്. അതുകൊണ്ട് തന്നെ ഇത് നിസ്ഫുൽ ഇൽമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മദാറുൽ ഇസ്ലാമി അലാ സലാസത്തി അഹാദീസ്, ദീനുൽ ഇസ്ലാം അത് 3 ഹദീസുകളുടെ അച്ചുതണ്ടിലാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ്. 3 ഹദീസുകളാണ് ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് അതിലൊരു ഹദീസ്, ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് വേണം. കാരണം ഏതൊരു അമൽ ചെയ്യണമെങ്കിൽ നിയ്യത്ത് വേണം. രണ്ടാമത്തെ ഹദീസായി അവർ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള മനാമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. കാരണം ഏതൊരു അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ സുന്നത്തിനോട് യോജിക്കണം, അതല്ലെങ്കിൽ തള്ളിപ്പോവും. ഇഖ്ലാസ് ഇത്തിബാഅ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ. ഹലാലായ കാര്യം വ്യക്തമാണ്, ഹറാമായ കാര്യം വ്യക്തമാണ്. കാരണം ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും നമുക്കത് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കപ്പെടണമെങ്കിൽ അത് ഹലാലോ ഹറാമാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ 3 ഹദീസുകളാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അച്ചുതണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ല, അതിലാണ് ദീനുൽ ഇസ്ലാം പൂർണ്ണമായി കറങ്ങുന്നത് എന്നർത്ഥത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് അമലുകളെ നമുക്ക് 2ആയി വേർതിരിക്കാം. മനുഷ്യന്മാർ ചെയ്യുന്ന അമലുകൾ 2ആയി വേർതിരിക്കാം. ഒന്ന് അക്വാലുകളാണ്, 2 അഫ്ആലുകളാണ്. അമലുകൾ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് അക്വാലുകളാണ്, നമ്മൾ വായ കൊണ്ട് പറയുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്, അമലുകളുണ്ട്. സൽക്കർമ്മങ്ങൾ വായ കൊണ്ട് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ അഫ്ആലുകളുണ്ട്, നമ്മുടെ വായ അല്ലാത്ത മറ്റ് ശരീരഭാഗങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അഫ്ആലുകൾ എന്ന് പറയുന്നത്, ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട്. അപ്പോൾ ഇത് നീയത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് അക്വാലുകളാണ്, നമ്മുടെ വർത്തമാനങ്ങളാണ്. വർത്തമാനങ്ങളെ 4 തരത്തിലുള്ള വർത്തമാനങ്ങളായിരിക്കും നമുക്ക് പൊതുവെ നമ്മുടെ ജീവിതത്തിൽ പറയേണ്ടി വരിക. 4 തരത്തിലുള്ള വർത്തമാനങ്ങൾ. ഒന്ന്, നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ ഇബാദത്തുകളായ വർത്തമാനങ്ങളുണ്ട്, ഇബാദത്തുകളായ വർത്തമാനം. 2 ഉഖൂദുകളുണ്ട്, കരാറിൽ ഏർപ്പെടും, വല്ല കരാറിൽ നമ്മൾ ഏർപ്പെടും. മൂന്നാമത്തത് ഹുഖൂഖുകളുണ്ട്, വല്ല ബാധ്യതകളും അവകാശങ്ങളൊക്കെ. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 4 സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വർത്താനം. ഈ 4 ഒരു വർത്താനായിരിക്കും നമ്മളെപ്പോഴും
എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയുന്നത്. അതിലൊന്നാമത്തേത് ഇബാദത്തുകളാണ്. നമ്മളിപ്പോൾ പറയുന്നത് നാവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ ഇബാദത്തുകളാണ് ഒന്നാമത്തേത്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അവിടെ നീയത്ത്, അങ്ങനെയാണ് ഈ പറയുന്ന കാര്യത്തിലൊക്കെ നീയത്തുമായിട്ടുള്ള ബന്ധം എന്നാണ് പറയുന്നത്. അവിടെ നീയത്ത് ഷർത്താണ്. ഇബാദത്തുകളായിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നതെങ്കിൽ നീയത്ത് അവിടെ ഷർത്താണ്. ഏതുപോലെ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. എന്താണത്? തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈകെട്ടിയത് എന്നുള്ള നീയത്ത് അവന് വേണം. നീയത്ത് വേണം. അത് അടിസ്ഥാനപരമായി ഉണ്ടാകും. ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിലേക്ക് എത്തുമ്പോൾ ഇമാമ് റുക്കൂയിലോ സുജൂദിലോ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് നിന്നുകൊണ്ട് പറയണം. അതിനുശേഷമാണ് നമ്മൾ റുക്കൂയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഒരാൾ അവിടെ തക്ബീറത്തുൽ ഇഹ്റാം നീയത്താക്കിയിട്ടില്ല, മറിച്ച് റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒരു തക്ബീർ ഉണ്ടാവുമല്ലോ, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇമാം സുജൂദിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ ഇവൻ അല്ലാഹു അക്ബർ, ഇവൻ്റെ മനസ്സിൽ നീയത്ത് ഞാൻ സുജൂദിൽ പോകുമ്പോൾ നീയത്താണ് എന്നാണ്, എങ്കിലാണ് നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ്. കാരണം നിസ്കാരം ശരിയാകണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞിരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്ന ചിന്തയോടുകൂടി അല്ലാഹു അക്ബർ, അത് എടുത്ത് നാവുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. തക്ബീറത്തുൽ ഇഹ്റാമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത അല്ലാഹു അക്ബർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്താലും കുഴപ്പമില്ല, അവൻ റുക്കൂലോ സുജൂദിലോ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇബാദത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബാക്കിയുള്ള ഏത് ഇബാദത്തായാലും, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രം, നാവ് കൊണ്ട് പറയുന്ന ഏത് ഇബാദത്താണെങ്കിലും ശരി, അവിടെ നിയത്ത് നിർബന്ധമാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഉഖൂദുകളാണ്, ഉടമ്പടികളാണ്. ഉടമ്പടികളുടെ കാര്യത്തിൽ പണ്ഡിതന്മാർ പറയാറുള്ളത്, ഉടമ്പടികൾ പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ സരീഹായിട്ട് നേർക്ക് നേരെ തന്നെ ഉടമ്പടികൾ പറയും, ആ വാക്കുകൾ എന്ന കാര്യം പറയും. ചില സമയത്ത് ഒരു കിനായത്തായിട്ടാണ്, നമ്മൾ വ്യംഗ്യമായിട്ടാണ് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സ്പഷ്ടമായിട്ടും പറയും, വ്യംഗ്യമായിട്ടും പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അത്തരത്തിലെ അക്ദുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അക്ദുൻ നിക്കാഹ്, അല്ലെങ്കിൽ അക്ദ് തലാഖ്, തലാഖിൻ്റെ ഉടമ്പടി അല്ലെങ്കിൽ നിക്കാഹിൻ്റെ ഉടമ്പടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ തലാഖിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു ഉടമ്പടിയുടെ വാക്കാണ്, അതൊരു ഉടമ്പടിയുടെ അക്ദിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഒരാൾ സരീഹായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയാണ്, അവിടെ ലാ യുൽതഫതു ഇലാ നീയത്തിഹി, അവൻ്റെ നീയത്തിലേക്ക് പിന്നീട് നോക്കുകയില്ല എന്നാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഭാര്യയോട്, ഞാൻ നിന്നെ തൊലാക്ക് ചെയ്തിരിക്കുന്നു, തൊലാക്ക് എന്നുള്ള വാക്ക് തന്നെ അയാൾ എടുത്തു പറഞ്ഞാൽ ആ ഭാര്യ അവിടെ തൊലാക്കാകുമെന്നാണ്, അവിടെ തൊലാക്കാകും. ഞാൻ അങ്ങനെ നീയത്താക്കിയിട്ടില്ല, ഞാൻ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്നതിലേക്ക് നോക്കുകയില്ല. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കോടതിയിലേക്ക്, ഖാദിയുടെ മുന്നിലേക്ക് എത്തി, നീ എന്താ വാക്ക് പറഞ്ഞത്? ഞാൻ തലാക്ക് ചെയ്തിരിക്കുന്നു, കഴിഞ്ഞു, നിൻ്റെ ഒന്നാം തലാക്കായി, നിനക്കിനി വേണമെങ്കിൽ റാജഅത്ത് തിരിച്ചെടുക്കാം, ഒറ്റ തലാക്കാണ് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിൻ്റെ തലാഖ് ഒന്നായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ ഗൗരവമുള്ളതാണ്. തലാഖ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാക്ക് പറയാനേ പാടില്ല, തലാഖ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. എന്നാൽ ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ നിൻ്റെ കാര്യം തീർത്തിരിക്കുന്നു, നിൻ്റെ കാര്യം തീർത്തിരിക്കുന്നു, അതല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, നീയായിട്ട് ഞാൻ ബന്ധമില്ല, ഇങ്ങനെയുള്ള വർത്താനൊക്കെയാണ് ഒരാൾ പറഞ്ഞത്. ഇത് തലാഖിൻ്റെ വാചകങ്ങളല്ല. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, അവിടെ യുൽതഫത്തു ഇലാ നീയത്തിഹി, അതിൻ്റെ നീയത്തിലേക്ക് നോക്കൂ. ആ നീയത്ത് എന്തായിരുന്നു? നീ ഇത് പറയുമ്പോൾ എന്തായിരുന്നു നീയത്ത്? നിൻ്റെ കാര്യം തീർത്തു എന്ന് പറയുമ്പോൾ നീ വെറുതെ എന്താണ് നീയത്താക്കിയത്? അങ്ങനെ തൊലാഖിനാണ് നിയത്താക്കിയത് എങ്കിൽ അത് തൊലാഖായിട്ട് പരിഗണിക്കപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ദീനാണിത്. നമുക്ക് നമ്മുടെ മനസ്സിനെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദീനിൽ ഇങ്ങനെയാണ് അതിൻ്റെ നിയമം. പിന്നീട് നീ ജീവിക്കുകയാണെങ്കിൽ, നീ അവളെ തിരിച്ചെടുക്കാതെ ജീവിക്കുകയാണെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഉഖൂദുമായി ബന്ധപ്പെട്ട, ഉടമ്പടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുശേഷം പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഹുക്കൂക്കുകളാണ്. നമ്മൾ സാധാരണ പരസ്പരം ഒരുപാട് അവകാശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അതാണ് അവിടെ പരിഗണിക്കുക. ഉള്ളിലൊളിപ്പിക്കുന്ന നീയത്ത് അവിടെ പരിഗണിക്കുകയില്ല, നിരുപാധികം. ഉദാഹരണത്തിന് അതിനിപ്പോൾ ഒരാളടുത്ത് ഞാൻ കടം വാങ്ങിയിട്ട് ഞാൻ പറയാണ്, ഇന്ന് കടം വാങ്ങി 1,00,000 രൂപ കടം വാങ്ങി, നമ്മൾ റമളാനിൽ തരാം എന്ന് പറഞ്ഞു. റമളാനിൽ 2 മാസം അയാൾ വെച്ചാൽ റമളാനിൽ തരികയാണെന്നാണ്. റമളാനായപ്പോൾ പൈസ എവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 1450 റമളാൻ, ഹിജ്റ 1450 തരാനാണ് ഉദ്ദേശിച്ചത്. അത് കാര്യമില്ല, ആ നീയത്ത് കാര്യമില്ല. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നല്ലേ, നീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പ്രവർത്തനങ്ങൾ, അത് പരിഗണിക്കുകയേ ഇല്ല. ഇത്തരം ഹുക്കൂക്കുകളുടെ അടിസ്ഥാനത്തിൽ നീ എന്താണോ നാവ് കൊണ്ട് പറയുന്നത് അതാണ് പരിഗണിക്കുക. അവിടെ നീയത്തിനെ എന്ത് ചെയ്യുകയില്ല, പരിഗണിക്കുകയില്ല. ഇപ്പോൾ ഇസ്ലാമിക് കോടതിയിൽ പോയാൽ എന്താണ് പറഞ്ഞത്? റമളാനിൽ തരാമെന്നാണ്, റമളാനായി കൊടുക്കണം. അല്ല, ഞാൻ അടുത്ത റമളാൻ, എല്ലാ കൊല്ലവും റമളാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് തടി തപ്പാൻ സാധിക്കുകയില്ല. അവിടെ അയാൾ കൊടുത്തിരിക്കണം, അതാണ് അതിൻ്റെ ബാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സത്യം ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന്, ഇന്ന് ഒരാൾക്ക് 1,00,000 രൂപ കൊടുത്തു, അപ്പോൾ അയാൾക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരാൾ 1,00,000 രൂപ തരാനുണ്ട്, അപ്പോൾ കോടതിയിൽ പോയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ തെളിവ് കൊടുക്കണം, 1,00,000 രൂപ തരാനുണ്ട്, എഴുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ തെളിവൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ മറ്റേ ആൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക കോടതിയിൽ അയാൾ പറയണം, വല്ലാഹി
ഞാൻ 1,00,000 റുപ്യ വാങ്ങിയിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഇയാൾ അങ്ങനെ പറഞ്ഞു, വല്ലാഹി ഞാൻ 1,00,000 റുപ്യ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇയാൾ മനസ്സിൽ പറയാണ്, ഞാൻ ഇന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അവിടെ പരിഗണിക്കുകയില്ല. അവിടെ എന്താണോ അയാൾ പറയുന്നത് അതാണ് പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ കളവ് പറയാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അയാൾക്ക് കളവ് പറയാം, അത് വേറെ വിഷയം, അയാൾ കുറ്റക്കാരനാകും. പക്ഷേ ഇന്നമല്ലാമാൽ ബിന്നിയാത്തല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇത്തരം ഹുക്കൂക്കുകളിൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അയാൾ വായ കൊണ്ട് കറക്റ്റായിട്ടത് പറയേണ്ടതുണ്ട്. ഇനി 4ാമത് വരുന്നത്, നമ്മൾ പറഞ്ഞു ഇബാദാത്ത് കഴിഞ്ഞു, അഖ്ദുകൾ കഴിഞ്ഞു, ഹുക്കൂക്കുകൾ കഴിഞ്ഞു, പിന്നെ 4ാമത്തെ നാവ് കൊണ്ടുള്ളത് സായിറുൽ കലാം, ബാക്കിയുള്ള സംസാരങ്ങളാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് അവിടെ നിയ്യത്ത് പരിഗണിക്കും. അവിടെ നിയ്യത്ത് പരിഗണിക്കും. എന്താണ് നിയ്യത്താക്കിയത് അതനുസരിച്ച് നമുക്ക് പറയാം. അപ്പോൾ അതിന് ചില നമുക്ക് എളുപ്പ വഴികളൊക്കെ ചില കാര്യങ്ങൾക്കുണ്ട്, അധികരിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വീട്ടിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് വെറുതെ വിളിക്കുകയാണ്, രാത്രി നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ മക്കളോട് പറഞ്ഞു ഞാൻ കിടന്നിക്കെന്ന് പറഞ്ഞതാണ്. അപ്പോൾ കിടന്നെന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ ഉദ്ദേശിക്കപ്പെടുക? ഉറങ്ങി എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഉറങ്ങിയിട്ടില്ല, കിടന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ നിയ്യത്ത് നമുക്ക് പറയാം, ഞാൻ കിടന്നു എന്ന് പറയാം. അയാൾ ചിലപ്പോൾ ധരിക്കുക ഉറങ്ങാൻ കിടന്നു എന്നൊക്കെ ആയിരിക്കും. ഞാൻ ചിലപ്പോൾ വെറുതെ അങ്ങനെ കിടന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ കിടന്നു, കാരണം എനിക്ക് നല്ല നിയ്യത്തുണ്ട്, അത് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഒരാൾക്ക് പറയാവുന്നതാണ് എന്നാണ്. അവിടെ നിയ്യത്താണ് പരിഗണിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണ് കരുതിയിട്ടുള്ളതാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇത് പണ്ഡിതന്മാർ പറയുന്നത് ഇത് അധികരിപ്പിക്കാൻ പാടില്ല. കാരണം അവസാനം ആളുകൾ പറയും ഇയാൾക്ക് ഇങ്ങനെ ഡബിൾ മീനിങ് വെച്ച് ഇങ്ങനെ കളവേ പറയുള്ളൂ എന്ന ആളുകൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ പറഞ്ഞത് അത് കുറ്റക്കാരനാവുകയില്ല. എന്നാൽ അഖ്ദിൻ്റെ കാര്യത്തിലോ ഹക്കുകളുടെ കാര്യത്തിലോ ഒന്നും ഈ കാര്യം പറയരുത്. നാവ് കൊണ്ട് പറയുന്നതേ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ അതല്ലാത്ത വർത്തമാനങ്ങളിൽ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വാപ്പാനെ രാത്രി വിളിക്കാൻ വന്നു, നേരെ കിടന്നിട്ട് ഞാൻ കിടന്നിട്ടുണ്ട് പറഞ്ഞാൽ കിടന്നിട്ടുണ്ടെന്നേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടല്ല, പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഇത് അധികരിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ എന്തിനാണ് ഇത്, ചില മസലത്തുണ്ട്, ഇയാൾ ഇവിടെ പോയിക്കനെ വെറുതെ ഒരുപാട് നേരം സമയം പോയി, രാവിലെ ഫജറും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ആളുകളൊക്കെ കുറ്റം പറഞ്ഞ് ഗീബത്തൊക്കെ പറഞ്ഞ് വെറുതെ ഇയാൾ കൂടെ ചിലവഴിച്ചാൽ ഒരു ഖൈറും ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം പറയുന്നത്. അപ്പോൾ അവിടെ കളവ് പറയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് അക്വാലുകളെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? അഫ്ആലുകൾ പറഞ്ഞു, ബാക്കിയുള്ള ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത് പണ്ഡിതന്മാർ പറഞ്ഞ 2 ഇനങ്ങളുണ്ട്. ഒന്ന് ഇബാദാത്തുകളാണ്, മറ്റൊന്ന് ആദാത്തുകളാണ്. ഇബാദാത്തുകളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി തർത്തീബാക്കി പറയുന്നതാണ്. ഇബാദാത്തുകളാണെങ്കിൽ അമല് ശരിയാകാൻ നിയ്യത്ത് അത്യാവശ്യമാണ്, നിബന്ധനയാണ്. ആദാത്തുകളാണെങ്കിൽ ശരിയാകാൻ നിയ്യത്ത് അത്യാവശ്യമില്ല, മറിച്ച് പ്രതിഫലാർഹമാകാൻ നിയ്യത്ത് അത്യാവശ്യമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിയ്യത്തുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കൂടി പറയാം. പണ്ഡിതന്മാർ പറയുന്നത് ഹൽ നിയ്യത്തു ത്വയ്യിബ ഫീ ബാബിൽ ഇബാദാത്തി തജ്അലു ഗൈറൽ മശ്റൂഇ ഇബാദ. നല്ല നിയ്യത്തുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കർമ്മം അത് പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റുമോ എന്നാണ്. അതായത് ശരീഅത്തിലില്ലാത്ത പ്രതിഫലം, അമലുകൾ, ഗൈറുൽ മശ്റൂ. ഉദാഹരണത്തിന് ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാനിത് എങ്ങനെ ഒരു ഇൽമിൻ്റെ സദസ്സിൽ വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഇരിക്കുക. നല്ല കാര്യമാണ്, കാരണം ഇൽമിൻ്റെ സദസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹു ഒരു ഇബാദത്തൊക്കെ ചെയ്ത് അങ്ങനെ ഇവിടെയൊക്കെ എന്നും വരുമ്പോൾ ഇവിടെ ഒരാൾ എന്ത് ചെയ്യാണ്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അയാൾ അങ്ങനെ ലുഹാൻ്റെ സമയമായതുകൊണ്ടോ ഒന്നുമല്ല, അയാൾ ഈ അസറിന് ശേഷം വന്നിട്ട് ഇവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. എന്താണ് കാര്യം? അയാൾ പറഞ്ഞു ഞാൻ നല്ല ഉദ്ദേശത്തിനാണ്, കാരണം ഒരു അമല് ഇൽമിൻ്റെ സദസ്സിലൊക്കെ പോകുമ്പോൾ നല്ല ഇബാദത്തല്ലേ, 2 റക്അത്ത് നിസ്കാരം, സുജൂദിലൊക്കെ ദുആ ചെയ്യുക, അതെന്താകും, അത് ബിദ്അത്തായി തീരും. കാരണം നല്ല നിയ്യത്ത് കൊണ്ട് ദീനിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യം എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഇബാദത്താക്കാൻ സാധിക്കുകയില്ല. അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ. ഇതിന് ധാരാളം തെളിവുകളുണ്ട്. 3 വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന്, ഭാര്യമാരുടെ അടുക്കലേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ള അമലുകളെ കുറിച്ചിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട്. കേട്ടപ്പോൾ അവർക്ക് ഒരുപാടുള്ളതായി തോന്നിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ഇനി രാത്രി ഉറങ്ങുകയില്ല, മുഴുവൻ നിസ്കാരം. വേറൊരാൾ പറഞ്ഞു ഞാൻ സ്ത്രീയെ കല്യാണം കഴിക്കുകയില്ല, മുഴുവൻ ഇബാദത്ത്. വേറൊരാൾ പറഞ്ഞു ഞാൻ ഇനി ഇറച്ചിയൊന്നും ഭക്ഷിക്കുകയില്ല, അത് അത്രയും ഭൗതിക വിരക്തിയിൽ ജീവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹ്. അള്ളാഹുവാണ്, ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതും തഖ്വയുള്ളതും. ലാകിന്നി അസൂമു വഅഫ്തിർ, ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വഉസല്ലി വഅർഖുദ്, ഞാൻ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. വഅതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീയെ കല്യാണം ചെയ്യും. കാരണം ചില റിവായത്തിൽ സ്ത്രീയെ കല്യാണം കഴിക്കൂല എന്നാണ് പറയുന്നത്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പം നോക്കൂ, നല്ല നിയ്യത്താണ് ഈ 3 പേർക്കും ഉണ്ടായിട്ടുള്ളത്. അത് മോശപ്പെട്ട ഞാൻ എനിക്ക് കള്ളു കുടിക്കാം അല്ലെങ്കിൽ വ്യഭിചരിക്കാം അങ്ങനെ ഒന്നുമല്ല അവർ പറഞ്ഞത്. നല്ല കാര്യമാണ്, ഇബാദത്ത് മാത്രം ഉദ്ദേശിച്ചു. പക്ഷെ നല്ല കാര്യമാണെങ്കിൽ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരാൾ ചെയ്താൽ അയാളുടെ ഇബാദത്ത് ബാത്തിലായി പോകും. ഇനി തിരിച്ചൊരു ചോദ്യം, വന്നിയത്തുൽ ഖബീസ ഹൽ തുസയ്യിറുൽ അമല ത്വയ്യിബ ഖബീസൻ, മോശം നിയ്യത്ത് നല്ല അമലിനെ മോശമാക്കുമോ എന്നാണ്. മോശമാക്കുമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദീൻ തൊലബുൽ ഇൽം എന്ന് പറയുന്നത് നല്ല അമലാണ്. പക്ഷേ ഒരാൾ ദുനിയാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലം യജിദ് അർദൽ ജന്നതി യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ അറഫൽ ജന്നത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ പരിമളം അയാൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് സ്വതക്കക്ക് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾ സ്വന്തം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് മറ്റൊരു സ്ത്രീയാണ് എന്നൊരാൾ മനസ്സിൽ കരുതുകയാണ് എങ്കിൽ, നല്ല അമലാണ് അയാൾ ചെയ്യുന്നത്, അതൊരു മറ്റൊരു സ്ത്രീയാണ് എന്നൊരാൾ കരുതുകയാണ് എങ്കിൽ അയാൾക്ക് ഹറാമ് ചെയ്തതിൻ്റെ കുറ്റമുണ്ടാകും എന്നാണ് പറയുന്നത്. ഹറാമ് ചെയ്തതിൻ്റെ കുറ്റമുണ്ടാകും. കാരണം നല്ലൊരു അമൽ അയാൾ നീയത്ത് കൊണ്ട് അത് മോശമാകും. ബാഹ്യമായി ചെയ്തത് നല്ലതാണ്, ഭാര്യയുമായിട്ടാണ് ബന്ധം, പക്ഷേ ഹറാമാണ് അവൻ ചിന്തിക്കുന്നത് എങ്കിൽ ഹറാമിൻ്റെ കുറ്റം അവനുണ്ടാകുന്നതാണ്. അത് ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നീയത്ത് എന്ത് ചെയ്യും? അമലിനെ മോശമാക്കി കളയും എന്നുള്ളതാണ്. അടുത്തത് ഹൽ യുഷ്തറത്തുൽ നീയത്തി ലഫ്ള്, നീയത്തിന് ലഫ്ള് ആവശ്യമുണ്ടോ? പറയണം. മുസല്ലി ഫർള അർബ റക്അത്തിൻ എന്നെടുത്ത് പറയേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ഒരിക്കലുമില്ല എന്ന് പറയുന്നത്? കാരണം നീയത്തിൻ്റെ ഇത്രയും പ്രാധാന്യം പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിനോ ഒരു ഇബാദത്തിനോ നീയത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വഹാബികൾ ഒരാളും അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് നിബന്ധനയുമല്ല മുസ്തഹബുമല്ല. അത് ഷർത്തല്ല. എന്നൊരാൾ പറയുന്നത് മുസ്തഹബാണ്, നല്ലതാണ്, അങ്ങനെയും പറയാൻ സാധിക്കില്ല. മറിച്ച് അത് ബിദ്അത്താണ്. ചൊല്ലി പറയുക എന്ന് പറയുന്നത് ബിദ്അത്താണ്. കാരണം അതിൻ്റെ മഹല്ല് അത് ഖൽബാണ് എന്നുള്ളതാണ്. ഖൽബാണ് അതിൻ്റെ മഹൽ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നീയത്ത് എപ്പോഴാണ് നമ്മൾ വെക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നത് നീയത്ത് വെക്കേണ്ടത് ഏറ്റവും അഫ്ളൽ അമലിൻ്റെ തൊട്ട് മുമ്പാണ്. നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നീയത്ത് ഉണ്ടാകൽ അഫ്ളൽ. പക്ഷേ ഒരാളെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടല്ലോ, നീയത്താണ്. അത് മതിയായതാണ്, അതൊക്കെ മതിയായതാണ്. ആൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പുറപ്പെടുന്ന ഒരു വ്യക്തിക്ക് നീയത്തുള്ളത് കൊണ്ടാണ് അയാൾ പള്ളിയിലേക്ക് വരുന്നത്, അത് മതിയായതാണ്. പക്ഷേ ആ നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് ഒന്നുകൂടി അയാളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് അഫ്ളലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, നീയത്തിൻ്റെ നിബന്ധനയല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വെക്കണം എന്നുള്ളത് നേരത്തെ തന്നെ അയാൾക്ക് മനസ്സിലുണ്ടാകാം. ഇനി നീയത്ത് ഒരു അമലിൻ്റെ ഉടനീളം ഉണ്ടാകേണ്ടതുണ്ടോ? ആദ്യാവസാനം നീയത്ത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അത് നല്ലതാണ്, അഫ്ളലാണ് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. പക്ഷേ ഒരാൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു നീയത്ത് ഉണ്ടെങ്കിൽ അത് മതിയായതാണ്. പക്ഷെ അതിനിടയിൽ എപ്പോഴെങ്കിലും നീയത്ത് മുറിക്കുക എന്നുള്ള ഒരു ചിന്ത ഒരാൾക്കുണ്ടായാൽ, അമല് മുറിക്കുക എന്നുള്ള ചിന്ത ഒരാൾക്കുണ്ടായാൽ അത് നീയത്തിനെ ബാധിക്കുന്നതാണ്. നിസ്കാരത്തിൻ്റെ ഇടയിൽ ഞാൻ നീയത്തിനെ മുറിക്കുകയാണ്, ഞാൻ നിസ്കാരം മുറിക്കുകയാണ്, എണീറ്റ് പോവുകയാണ്, ഒരാൾ കരുതി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. വളരെ ഗൗരവമുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോമ്പൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരാൾ മനസ്സുകൊണ്ട് ഞാനിത് ഒഴിവാക്കുകയാണെന്ന് ഉറപ്പിച്ച് കരുതിയാൽ അത് ബാത്തിലായി പോകും. അതിൽ വസ്വാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നീയത്ത് ഒരു അമൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം നീയത്ത് മാറ്റാൻ പറ്റുമോ? ഹൽ യജൂസു ഖൽബുൻ നിയ്യ, നീയത്ത് മാറ്റാൻ പറ്റുമോ? പണ്ഡിതന്മാർ പറയുന്നത് അത് പാടില്ല എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ അസ്ർ നിസ്കരിക്കാൻ കയറിയപ്പോൾ ളുഹറ എന്നുള്ള നീയത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത്. ളുഹറ എന്നുള്ള നീയത്തിലുണ്ടായത്. പകുതി എത്തിയപ്പോൾ മനസ്സിലായി, സമയം നോക്കി ക്ലോക്ക് കണ്ടു 4:05. അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ ളുഹറല്ല, ഞാൻ അസറിലേക്ക് മാറ്റി, കാര്യമില്ല, നിസ്കാരം ബാത്തിലാണ്. കാരണം നീയത്ത് അമലിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകേണ്ടതാണ്, അമൽ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ടതാണ്. പകുതി വെച്ചിട്ട് നീയത്ത് ശരിയാവുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കൈ അയക്കണം, മാറ്റി നിസ്കരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, വസ്വാസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള കൃത്യമായ തെറ്റിദ്ധാരണ കൊണ്ട് ആരംഭിക്കുമ്പോൾ മാത്രമേ അതൊക്കെ വരുന്നുള്ളൂ. അതല്ല എങ്കിൽ അതിൽ വരുന്നില്ല. അപ്പം അത് നീയത്ത് അങ്ങനെ മാറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ പണ്ഡിതന്മാർ പറയുന്ന അതിലൊരു ഇസ്തിസ്ന ഉണ്ട്, ഒഴികഴിവുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഒരു വലിയ കാര്യത്തിൽ നിന്നും ചെറിയ കാര്യത്തിലേക്ക് ഒരാൾക്ക് നീയത്ത് മാറ്റാം. ഏതുപോലെ അവർ പറയുന്നത്, ഇപ്പോൾ നമ്മൾ മസ്ജിദിലേക്ക് എത്തി, അസർ ജമാഅത്ത് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ നിസ്കാരം ആരംഭിച്ചു. ഒരു റക്കായത്ത് കഴിയുമ്പോഴുണ്ട് കുറച്ച് ആൾക്കാർ, 5-6 ആൾക്കാർ വന്നിട്ട് അവിടെ ഇഖാമത്ത് കൊടുത്ത് ജമാഅത്തെ നിസ്കരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണം എന്ത് ചെയ്യാം, ഈ നമ്മൾ നിസ്കരിക്കാൻ നിയത്താക്കിയ അസറിനെ അത് 2 റക്കായത്ത് സുന്നത്തായിട്ട് എന്ത് ചെയ്യാം, നിയത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ വേഗം, ഒന്നുകിൽ സമയമുണ്ടെങ്കിൽ വേഗം 2 റക്കായത്ത് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ സുന്നത്തായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൈ അയക്കാം. എന്നിട്ട് ഇവരോടൊപ്പം എന്ത് ചെയ്യാം, ജമാഅത്തിൽ പങ്കെടുക്കാം. അങ്ങനെയുള്ള കാര്യത്തിന്, വലിയ കാര്യത്തിന് ചെറുതിലേക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നിയത്ത് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൽ യജൂസു അൻ യുശ്തരിക ഫി നിയ്യ, നീയത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ്. അത് വലിയൊരു മനസ്സിലാക്കേണ്ട ഒരു ഫിഖ്ഹ് തന്നെയാണ്. നീയത്തിൽ ഒന്നിലധികം കാര്യം കൊണ്ടുവരാൻ പറ്റുമോ? അവർ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ലാ യജൂസു അൻ യുശ്തരിക ഇൻസാൻ ഫി അമൽ വാഹിദ് ബൈന ശഖ്സൈൻ, ഒരൊറ്റ അമലിൽ 2 ആൾക്ക് ഉള്ള പ്രതിഫലം നീയത്താക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ഒരാൾ ഉംറക്ക് പോവാണ്, അപ്പോൾ അയാൾക്ക് ഉംറ ചെയ്യണം, അയാൾ പറയുകയാണ് ഈ ഉംറയിൽ തന്നെ ഞാൻ എൻ്റെ ഉമ്മാക്കും കൂടി ഉംറ നിയത്ത് ചെയ്യാൻ പറ്റൂല, അയാൾക്കത് സാധിക്കുകയില്ല. മറിച്ച് അയാൾക്ക് ഉംറ ചെയ്യുക, പിന്നീട് അയാൾക്ക് വേറൊരു ഉംറ ഉമ്മാക്ക് വേണ്ടി ചെയ്യണം. അതല്ലാതെ ഒരൊറ്റ നീയത്തിൽ 2 ആളുകൾക്കുള്ള അമൽ ചെയ്യാൻ സാധിക്കുകയില്ല.
അതേപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ജുസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്വതക്കയുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, അത് വേണം നമുക്ക് എന്ത് ചെയ്യാം, 500 ഉമ്മാക്കും 500 എനിക്ക്, ആ രൂപത്തിൽ 2 ആൾക്ക് സ്വതക്ക ചെയ്യാം. കാരണം ആ അമല് ഭാഗമാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിസ്കാരം അല്ലെങ്കിൽ ഉംറ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് വേറെ ആക്കാൻ സാധിക്കുകയില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ ഒരു കർമ്മത്തിൽ തന്നെ ഒരുപാട് നിയത്തുകൾ കൊണ്ടുവരാൻ പറ്റും. ഒരു കർമ്മത്തിൽ തന്നെ ഒരുപാട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ ചില നിബന്ധനയുണ്ട്. ഇദാലം യകൂന മുതസാവിയൻ ഫിൽ ഫരീള, രണ്ടും ഫർളാകാൻ പാടില്ല. അപ്പോൾ ളുഹർ 4 റക്അത്താണ്, അസർ 4 റക്അത്താണ്. അപ്പോൾ അസർ നിസ്കരിക്കുമ്പോൾ ഒരാൾ ഞാൻ ളുഹറും കൂടി ഇതിൽ നിയത്താക്കി എന്ന് പറഞ്ഞിട്ട് ളുഹറും അസറും കൂടി ഒറ്റ 4 റക്അത്തേ പറ്റുള്ളൂ. കാരണം രണ്ടും ഫർളാണ്. അപ്പോൾ അത് രണ്ടും വേറെ പറ്റണം. വലം യകുൻ ഖളാ, അത് രണ്ടും ഖളാ ആകാൻ പാടില്ല. ളുഹറും അസറും ഒരാൾക്ക് ഖളാ ആയിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാൾക്ക് ഒരു നേർച്ചയുടെ നോമ്പുണ്ട്, നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ നോമ്പ് ഞാൻ എടുക്കും പറഞ്ഞ് നിശ്ചയിക്കുന്നത്, ഒരാൾക്കൊരു ഫർളായ നോമ്പുണ്ട്, രണ്ടും കൂടി ഒരൊറ്റ ദിവസം സാധിക്കുകയില്ല. അതുപോലെ വക്കാനൽ മഖ്സൂദ് യഹ്സുലു ഫി ഫിഅലിൻ വാഹിദ്, ഒരൊറ്റ പ്രവൃത്തിയിൽ തന്നെ രണ്ടും സാധിക്കുമെങ്കിലേ അത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചില പ്രവർത്തനങ്ങൾ അങ്ങനെ പറ്റും. ഏതൊക്കെ? ഇപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് എത്തിയാൽ അയാൾക്ക് വേണമെങ്കിൽ വുളൂവിൻ്റെ 2 റക്അത്ത്, തഹിയത്തുൽ മസ്ജിദിൻ്റെ 2 റക്അത്ത്, ഇപ്പോൾ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് ആണെങ്കിൽ അത്, ഈ 6 റക്അത്ത്, അത് 3 നിസ്കാരങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഈ ഒരൊറ്റ 2 റക്അത്തിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇത് രണ്ടും, ഈ 3 നിസ്കാരങ്ങളും പരസ്പരം എന്തല്ല, എതിരാകുന്ന കാര്യമല്ല. കാരണം എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഫജ്റിൻ്റെ 2 റക്അത്തും അതിന് തൊട്ടുമുമ്പുള്ള 2 റക്അത്തും അത് പാടില്ല. തൊട്ടുമുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും രണ്ടും കൂടി ഒരൊറ്റ നിയത്തിൽ അത് പാടില്ല. കാരണം ഒന്ന് ഫർളാണ്, ഫർളിനോടൊപ്പം മറ്റൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒരാൾ ജനാബത്തുകാരനായി രാവിലെ, അതേപോലെ വെള്ളിയാഴ്ച പോകുമ്പോൾ എന്ത് ചെയ്യാനുണ്ട്, ജുമയുടെ കുളിയുണ്ട്, ഹുസ്നുൽ യൗമുൽ ജുമുഅ. ഇത് രണ്ടും കൂടി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ നിയത്തിൽ കുളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ നിലക്ക് ഒരൊറ്റ അമലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമ്പോൾ അത്രയും പ്രതിഫലം ഒരാൾക്ക് സാധിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൽമിൻ്റെ മജ്ലിസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇൽമ് സ്വീകരിക്കുക, ഇൽമ് കിട്ടുക എന്ന് പറയുന്ന ഒരു നിയ്യത്താണ്. അതുപോലെ മലായിക്കത്തുള്ള സദസ്സുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും, നല്ലൊരു നിയ്യത്താണ്, അതൊക്കെ ചിന്തിക്കാം. അതേപോലെ നമ്മളെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ കണ്ടുമുട്ടുക, നല്ല നിയ്യത്താണ്. അങ്ങനെ അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന വല്ല വർത്തമാനങ്ങളൊക്കെ പറയുക, നല്ല രീതിയിലൊക്കെ സംസാരിക്കുക, നല്ല നിയ്യത്താണ്. ഇങ്ങനെയുള്ള നല്ല ഒരുപാട് നിയ്യത്തുകൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ കർമ്മങ്ങളിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും ആണ് സഹോദരങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിയ്യത്തിൻ്റെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി മനസ്സിലാക്കാനും കാര്യങ്ങൾ നന്നായി പഠിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.